കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നാം ഇന്ന് പകലും രാത്രിയിലുമായി ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നിയോഗിച്ചു തന്നത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 28 തുടങ്ങി 31 വരെയും 5-ാം അധ്യായം 1-ാം വാക്യം വരെയാണ് വായിപ്പിച്ചതെല്ലാം. ശുശ്രൂഷിക്കാൻ സമയം നമ്മുടെ മുമ്പിലില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ അതിവേഗത്തിൽ ഞാൻ സമയമെടുക്കുകയാണ്. കഴിഞ്ഞ പകൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാനാണ് പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നത്. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതാനുള്ള അതിപ്രധാനമായൊരു കാരണം നമ്മൾ വായിച്ചിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ മറ്റൊരു വഴിയിൽ എൻ്റെ അനുഭവം പറയാനൊരു നിയോഗമുള്ളത് കൊണ്ട് ആ രീതിയിൽ കഴിഞ്ഞ പകലിൽ പോയി. എന്നാൽ വായിച്ച വാക്യത്തിൻ്റെ എന്തിനാണ് ഗലാത്യ ലേഖനം എഴുതാനുള്ള പ്രധാന കാരണമെന്നുള്ള വാക്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നു. 3:3 ഒരിക്കൽ കൂടി വായിക്കാം. ഗലാത്യർ 3:3. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഗലാത്യയിലുള്ള സഭകൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത്. സഭ അന്ന് എത്തി നിൽക്കുന്ന കാലത്ത് അവർ ആത്മാവിൽ ആരംഭിച്ചെങ്കിലും ആത്മാവിൽ തുടരാൻ കഴിഞ്ഞില്ല. ആത്മാവിൻ്റെ സാന്നിധ്യം പാട്ടിലും നമ്മുടെ ഒക്കെ ഇടയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത് പോലെ പാട്ടിൻ്റെ ഒടുവിൽ കൈകൊട്ടാനും പ്രസംഗത്തിന് നല്ല പോയിന്റിന് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാനും മാത്രമായി പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നൊരു ഘട്ടത്തിലേക്ക് ഗലാത്യയിലുള്ള സഭകൾ നീങ്ങി. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് ജഡത്തിലെത്തി നിൽക്കുകയാണ്. സ്തോത്രം. എന്താണ് ആത്മാവിൽ ആരംഭിച്ച സഭയ്ക്ക് ഇപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമില്ല. എന്നാൽ കാരണം പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളുടെ ഹെഡിങ് എല്ലാം പഠിക്കുമ്പോൾ വളരെ സൗമ്യഭാവത്തിൽ, സ്നേഹത്തിൽ, താഴ്മയിലൊക്കെയാണ് പൗലോസ് എല്ലാ ലേഖനങ്ങളും തുടങ്ങുന്നത്. ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ ഞാൻ നിങ്ങൾക്ക്, പൗലോസ് എന്ന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നൊക്കെ വിനയത്തിലാണ് എല്ലാ ലേഖനങ്ങളുടെയും തുടക്കത്തിൽ പൗലോസ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഗലാത്യ ലേഖനം ശ്രദ്ധിക്കുന്നവർക്കറിയാം, വളരെ നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ വളരെ ദേഷ്യത്തിൽ എഴുതി തുടങ്ങിയൊരു ലേഖനമാണ് ഗലാത്യ ലേഖനം. സ്തോത്രം. വളരെ നാടൻ മലയാളം, ദേഷ്യം, ആത്മീയ പക്വതയുള്ളൊരു ഭാഷ പറയാം. ആത്മരോക്ഷത്തിൽ എഴുതി തുടങ്ങിയ ഒരു എഴുത്താണ് ഗലാത്യ ലേഖനം. ഇനി ഞാൻ പറയുന്ന വാക്യം ദേഷ്യം സാധാരണ ഉള്ളവരൊന്ന് വായിക്കണം. സ്തോത്രം. ദേഷ്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ലെന്നായിരിക്കും അല്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടാത്തവരാണ്. രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ നേരത്ത് ദേഷ്യപ്പെടുന്ന സഹോദരിമാരാണ് കൂടുതലും. ഒരുങ്ങടി എന്ന് പറഞ്ഞാൽ ഒരു 4 വീട്ടിലെ പിള്ളേർ ഒരുമിച്ച് ഒരുങ്ങും, എൻ്റെ അമ്മയാണെന്ന് ഓർത്ത് അത്രയും ശബ്ദം ഉയർത്തിയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ആ ഒരു ദേഷ്യം, പിള്ളേരോടുള്ള ദേഷ്യം മതി. സ്തോത്രം. ഇച്ചിരി ഗൗരവമായി വായിക്കണം എന്നാ പറഞ്ഞേ. 1:1 വായിക്കാം. 1:1 ഗലാത്യർ 1:1. മനുഷ്യരിൽ നിന്നല്ല. ദേഷ്യക്കുറവാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഇച്ചിരി കൂടെ ഗൗരവമായി വായിച്ചു, ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. മനുഷ്യരിൽ നിന്നല്ല. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. ഇവിടെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ദൈവ ഇഷ്ടത്താലൊന്നുമില്ല. അതീവ ഗൗരവമായി പൗലോസ് പറഞ്ഞു തുടങ്ങിയാണ്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. ഈ വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തന്നെയാണ് നമ്മൾ വായിച്ചത്. ആത്മാവിൽ ആരംഭിച്ചത് ഇപ്പോൾ ജഡത്തിലെത്തിയെന്ന് പറഞ്ഞാൽ സഭയുടെ പോക്ക് മാനുഷിക തലത്തിലെത്തി. അത് കണ്ടുകൊണ്ട് പൗലോസ് ആത്മാവിൽ പറയുകയാണ്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. എന്ന് വെച്ചാൽ ആത്മാവിൽ നയിക്കപ്പെടേണ്ട സഭ ഒരു പറ്റം മനുഷ്യന്റെ കൈയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. കാലങ്ങളുടെ കടന്നുപോക്കിൽ പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ നിന്നു. സ്തോത്രം. ഇന്ന് കൈയടിക്കുന്നതും പാടുന്നതും അന്യഭാഷ പറയുന്നതെല്ലാം മനുഷ്യരുടെ നിയന്ത്രണത്തിലാണ്. സ്തോത്രം. അന്യഭാഷ അല്പം നീണ്ടാൽ ചില സഭകളിൽ കണ്ടിട്ടുണ്ട്, പാസ്റ്റർ പ്രൈസ് ദി ലോർഡ് അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചാൽ അത് സ്റ്റോപ്പ് ആകും. സ്തോത്രം. എന്നാൽ എൻ്റെയൊക്കെ കൊച്ചുനാൾ മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കൊടിയ മുഴക്കമെന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്.
സ്തോത്രം. ഏകദേശം 20-25 പേർ മാത്രം കൂടിയിരുന്ന് ആരാധിച്ച ഞങ്ങളൊക്കെ ഇതുപോലെ ഈ വിരലൊക്കെ ഇങ്ങനെ ചേർത്തോട്ട് ഇങ്ങനെ വളയ്ക്കുന്നുണ്ടോ, അതുപോലെ ഇങ്ങനെ വെച്ച് ഒറ്റ വിരലാക്കി അമ്മയും കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്തോത്രം ഞങ്ങളുടെ ആലയത്തിലൊക്കെ കാത്തിരിപ്പ് യോഗം നടക്കുമായിരുന്നു. ആ കാത്തിരിപ്പ് യോഗത്തിൽ സ്തോത്രം കൊടിയ മുഴക്കം ആലയത്തിൻ്റെ മുകളിൽ മുഴങ്ങുന്നത് ആരാധനയിൽ ഞാൻ എൻ്റെ കാതിൽ കേട്ടിട്ടുണ്ട്. സ്തോത്രം. കേവലം റിതം പാടിന്റെ ശബ്ദമല്ല, ഓർഗന്റെ ശബ്ദമല്ല, തമ്പേറിന്റെ ശബ്ദമല്ല. ആളുകൾ 10-25 പേര് മാത്രം ഇരുന്ന് ആത്മാവിൽ നിറയുന്ന സ്ഥലത്തെ ഒരു ഊറ്റൻ ഫ്ലൈറ്റ് ഇടിച്ചിറങ്ങുന്നത് പോലെ മുഴക്കം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ കാതിൽ കേട്ടിട്ടുണ്ട്. കേവലം മനുഷ്യരിൽ നല്ലാത്ത മറ്റൊരു ശബ്ദം, വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദം. നിങ്ങൾ ആത്മാവിന് വിധേയപ്പെട്ടാണെങ്കിൽ കേവലം ആളുകളുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവിന് ചലനാത്മകമായ ചില പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യേ ചെയ്തെടുക്കാനുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധാനമായിരിക്കാം. ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിലെത്തിയത് കൊണ്ട് 1-ാം വാക്യത്തിൽ തന്നെ ഒന്നിൽ തടങ്ങുകയാണ്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല. അപ്പൊ സഭയ്ക്കകത്ത് എന്തെങ്കിലും നടക്കേണ്ടത് മനുഷ്യരിൽ നിന്നല്ല. ആത്മാവ് മനുഷ്യനെ ഉപയോഗിക്കാം, പക്ഷേ മനുഷ്യൻ ആത്മാവിനെ ഉപയോഗിക്കരുത്. ഒരു പ്രസംഗകൻ പ്രസംഗിക്കുന്നത് കേട്ടു, ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് സ്ക്രൂ ഡ്രൈവറാണ്. അതിലെ മാറി ഇടാൻ പറ്റിയ വിവിധ രീതിയിലുള്ള പൂട്ടുകൾ നട്ടുകൾ ഊരാനുള്ള സ്റ്റാറിൻ്റെ ഉണ്ട്. വലിയ രീതിയിലുള്ള ത്രെഡുകൾ അതിനുണ്ട്. അത് മാറി ഉപയോഗിക്കാം. നീ ആത്മാവിനെ ഉപയോഗിച്ചു തുടങ്ങും. ഒരിക്കലും നമ്മൾ ദൈവത്തെ അല്ല ഉപയോഗിക്കുന്നത്, ദൈവത്തിൻ്റെ കയ്യിൽ നാം ഉപയോഗിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ അല്ല ഉപയോഗിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിക്കാൻ പോവുകയാ. ഓടനാവട്ടത്തിന് വേണ്ടി, കൊട്ടാരക്കരയ്ക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നാം പരിശുദ്ധാത്മാവിനെ അല്ല, നമ്മെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോവുകയാ. എന്നെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നെന്ന് ഈ 14-ാം രാത്രിയിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, പിന്നെ ആരാലാണ്? ദൈവത്താൽ, പരിശുദ്ധാത്മാവിനാൽ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ആത്മാവിനാൽ ഞാൻ ചിലത് ചെയ്യും. ആത്മാവെന്നെ ഉപയോഗിക്കും, ആത്മാവെന്നെ അയക്കും, ആത്മാവെന്നെ ഉപയോഗിക്കും എന്ന 14-ാം രാത്രിയിൽ നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഇനിയുള്ള യാത്രകൾ ആത്മാവിനാൽ നീ ഉപയോഗിക്കപ്പെടാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടായിരിക്കാം. എന്നെ രസിപ്പിക്കാൻ കൈയടിക്കേണ്ട. ആത്മാവിൽ നിറവ്, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ ഏറ്റെടുക്കുക, അതിനായി വിധേയപ്പെടുക. പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതികൾ പഴയ നിയമം മുതൽ പഠിക്കുമ്പോൾ ദൈവം ജനത്തെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ദൈവഹിതമല്ലാത്ത കഷ്ടത ദൈവജനത്തിന് വേണം, ഉണ്ട്. അത് ദൈവം ഓരോരുത്തർക്കും തരേണ്ട രീതിയിൽ തന്നോളും. സ്തോത്രം. കഷ്ടത വേണ്ട എന്നാരെങ്കിലും പ്രസംഗിച്ചാൽ എനിക്ക് തേജസ്കരണം വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. കഷ്ടത ഇല്ല എന്ന് പ്രസംഗിച്ചാൽ തേജസ്കരണം ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ തേജസ്സിലേക്ക് നടക്കുന്നവർ കൂടുതൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകും. ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒരേ രൂപത്തിലല്ല ഇരിക്കുന്നത്, വ്യത്യാസം ഉണ്ടാവും. ഇന്നിവിടെ ഇരിക്കുന്നവരും ഒരേ രൂപത്തിലല്ല ഇരിക്കുന്നത്, വ്യത്യാസം ഉണ്ടാവും. എല്ലാവർക്കും തേജസ് ഉണ്ടാകും, പക്ഷെ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടാകും. സ്തോത്രം. എൻ്റെ തേജസ് അല്ല വിന്നിപ്പാസ്ത തേജസ് തന്നെയായിരിക്കും, പക്ഷെ തേജസ്സിൻ്റെ പ്രഭയ്ക്ക് വ്യത്യാസമുണ്ടാകും. സ്തോത്രം. കുറച്ച് കഷ്ടം സഹിച്ചവർ മിന്നാമിനിങ്ങിനെ പോലെയൊക്കെ നിൽക്കുന്നവരുണ്ട്. സ്തോത്രം. ഓർത്തോണം, മിന്നാമിനിങ് പോലെ ആ തേജസ്സെന്ന് ഞാൻ പറഞ്ഞെന്ന് ഇനി പറഞ്ഞേക്കരുത്. സ്തോത്രം. കഷ്ടത ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ സഹിക്കും തോറും നിന്റെ തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, നിന്റെ പ്രഭ വർദ്ധിച്ചുകൊണ്ടിരിക്കും.
സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം ചെയ്യുന്നു. ആമീൻ. സ്വോത്രം. കഷ്ടത വേണ്ടാന്ന് വെച്ചാൽ ആമീൻ പൂർണ്ണമായും കഷ്ടതയെ ഒഴിവാക്കി പ്രസംഗിച്ചാൽ നിത്യത നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തേജസ്കരണം ഉണ്ടെങ്കിലല്ലേ നിത്യതയിലെത്തുള്ളൂ. സ്വോത്രം. അപ്പം തേജസ്കരണം എവിടെ തുടങ്ങി, തേജസ് ഇപ്പത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ അടിസ്ഥാനപരമായി ബൈബിൾ പ്രസംഗിക്കേണ്ട ദീർഘസമയങ്ങൾ എടുക്കേണ്ടി വരും. എന്നാൽ നിയോഗത്താൽ പറഞ്ഞു വിടാം. കഷ്ടത വേണ്ട എന്ന് പറഞ്ഞാൽ തേജസ്സിൻ്റെ പ്രഭ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഒരു നിരക്കല്ല നിൽക്കുന്നത്, ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. ബിന്നി പാസ് നിൽക്കുമ്പോൾ മക്കൾ വന്നിട്ട് പറയാം ഞങ്ങളുടെ പപ്പായുടെ കൂടെ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കില്ല. അവിടെ പപ്പായും മമ്മിയും മക്കളും ഒന്നുമില്ല. അവിടെ തേജസ്സിനനുസരിച്ചാ നിര. സ്വോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. സ്വോത്രം. തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. പൗലോസ് അത് ക്ലിയറായി സ്വോത്രം കൊരിന്ത്യർ 11 പറയുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും സഭയ്ക്കകത്ത് പ്രസംഗിക്കാറില്ല. വെയിൽ കൊണ്ട് നിന്ന് വല്ലവരുടെ ശവം അടക്കാൻ നേരത്തൊന്ന് വായിച്ചു വിടും. സ്വോത്രം. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് അല്പമായൊരു കാര്യം പറയാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടല്ലോ, ഭേദമുണ്ടല്ലോ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാകുന്നു മരിച്ചവരുടെ പുനരുത്ഥാനവും. ആമീൻ. എന്ന് വെച്ചാൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ തിരികെ വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർക്ക് രൂപാന്തരവും മരിച്ചവർക്ക് പുനരുത്ഥാനവുമാണ്. ജീവനോടെ ക്രിസ്തുവിൽ ശേഷിക്കുന്നവർക്ക് രൂപാന്തരവും മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുമ്പോൾ ഓർത്തോണം, ഒരേ തേജസ്സിലല്ല ഉയർക്കുന്നത്. ഉയർത്തുന്നവർ തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടാകും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആ വ്യത്യാസമുള്ള തേജസ് നാം പ്രാപിക്കണമെങ്കിൽ എന്ന് പ്രാപിക്കണം. സുവിശേഷം ഒരാളുടെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ തേജസ് അകത്ത് വന്നു കഴിഞ്ഞു. ഇനി വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. പ്രാർത്ഥനയോടായിരിക്കണം. ഞാൻ ഇനി പറയുന്ന കാര്യം എല്ലാവർക്കും പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സഭ കൃത്യമായി തിരിച്ചറിയേണ്ട ചില പ്രധാന സംഗതികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. ജഡത്തിൽ മുൻപോട്ട് പോയാൽ ഇത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ആത്മാവിലിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവം ഇരിക്കുന്ന പോലെ ഇരുന്ന കാലത്ത് ഞങ്ങളുടെ സഭയിൽ കാത്തിരിപ്പ് യോഗം നടക്കുമ്പോൾ പ്രായമുള്ള അപ്പച്ചന്മാർ, PM ഫിലിപ്പ് അപ്പച്ചൻ, മാങ്ങാനം ജോസഫ് ഉപദേശി, അവരൊക്കെ വന്ന് പ്രസംഗിക്കുന്ന കാലത്ത് മാങ്ങാനം ജോസഫ് അപ്പച്ചനാണെന്ന് തോന്നുന്നു കൂടെ പറയായിരുന്നു, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാം. പ്രസംഗത്തിനിടെ പറയും തേജസ്സിന്മേൽ. അപ്പൊ ഞാൻ എന്നെ ചെയ്യുന്നറിയോ, ഞങ്ങൾ കുറച്ച് പേരൊക്കെ, ഞാൻ പാസ്റ്റർ സുഭാഷ് കുമരകം, ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരേ പ്രായക്കാരാണ്. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്ത് നോക്കും, വല്ലോ മാറ്റം ഉണ്ട്. സ്വതന്ത്രം. കറുത്ത് തന്നെ ഇരിക്കുന്നേ. തേജസ്സിന്മേൽ തേജസ് പിന്നെ എവിടെ മാറാനാ അപ്പച്ചൻ ഈ പറയുന്നേ എന്ന് ഞാൻ കൊച്ചിലെ ചിന്തിച്ചിട്ടുണ്ട്. സ്വതന്ത്രം. ഇപ്പോൾ ആരുടെയെങ്കിലും മേൽ തേജസ് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഇരിക്കുന്നത് ഒറിജിനൽ മനുഷ്യൻ പോലും അല്ല ഇരിക്കുന്നത്, ഈ നിൽക്കുന്നത് ഒന്നും. സ്വോത്രം. ഒറിജിനൽ മനുഷ്യനല്ല ഇത്. എല്ലാവരും സ്വോത്രം വരെ പോയുണ്ടോ? ഞെട്ടി. അല്ലെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പറഞ്ഞു. എന്നെ നോക്കി ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും ഒറിജിനൽ മനുഷ്യനല്ല. എല്ലാവരും തമ്മിൽ നോക്കി ഈ പുള്ളി എന്തോ ദുരുപദേശം പറയാണ്. സ്വോത്രം. ഒറിജിനൽ മനുഷ്യൻ തേജസ്സുള്ളവനാ. അവനെയാ ദൈവം തോട്ടത്തിലാക്കിയത്. ഇത് ഒറിജിനൽ അല്ല. നാം ഒറിജിനലാന്ന് പറഞ്ഞാൽ നടക്കുന്നേ. നാം ഒറിജിനൽ ആകാൻ പോവുക. ഇനി അവനായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇരിക്കുന്നത് എന്നാ? മനുഷ്യന്റെ നിഴലായിരിക്കുന്നത്, ഒറിജിനൽ അല്ല. ദൈവം വിളിച്ചത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3 എടുക്കണ്ട. അതൊക്കെ ഇനി വായിക്കാൻ പോയാൽ നാണക്കേടാ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം വന്നിട്ട് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ തോന്നും ഹവ്വായെയും ആദാമിനെയും കാണാത്തതുകൊണ്ട് 3 മണിയായപ്പോൾ ദൈവം തോട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ വാച്ചെ നോക്കി, കണ്ടില്ലല്ലോ കുഞ്ഞുങ്ങളെ എന്നും പറഞ്ഞിരിക്കുന്ന പോലെ ഒന്ന്. ആദാം ഹവ്വായും ഏതോ ചെടിക്കിടയിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെ കാണാൻ പറ്റുന്നില്ല. ദൈവം നോക്കി വിഷമിച്ചിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോ, മനുഷ്യ നീ എവിടെ എന്ന് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത
ദൈവം വിളിച്ചെന്ന് തോന്നും ചിലരുടെ പ്രസംഗം കേൾക്കുന്നു. അല്ല, സർവജ്ഞാനിയായ സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തിന് ആദാം പാപം ചെയ്തെന്നും അവൻ രംഗത്ത് വരാതെ ഇരിക്കുകയാണെന്നും വ്യക്തമായിട്ടറിയാം. പിന്നെന്തിനാ ദൈവം അവനെ വെയിലാറിയപ്പോൾ തോട്ടത്തിൽ വന്ന് അല്പസമയം കഴിഞ്ഞിട്ട് എവിടെ എന്ന് വിളിച്ചത്? ഒറിജിനൽ എന്ത് ചെയ്യുന്ന ചോദിച്ചേ? തേജസ് ഉള്ളവൻ എവിടെയെന്നാ ചോദിച്ചേ? ഇന്ന് രാത്രിയിലും ഈ 14-ാം രാത്രിയിൽ ദൈവം ചോദിക്കുന്നത് നിന്നിൽ പകർന്ന ദൈവകൃപ എവിടെയെന്നാ ചോദിച്ചേ. നീ ഒരാളിവിടെ ഉണ്ടോ എന്നുള്ളത് ദൈവത്തിന് അറിയാൻ വയ്യാഴുകയില്ല. ആമേൻ, സ്തോത്രം. ഇത് ഒറിജിനൽ അല്ല. പിന്നെ ഏത് മനുഷ്യൻ, ഈ മനുഷ്യൻ എന്ത് പേര് പറയാൻ പറ്റും? ഈ മനുഷ്യന് ഒറിജിനൽ പേര് വേദപുസ്തകം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നവർക്ക് ഇയ്യോബ് 14:1 അതിൻ്റെ ഒറിജിനൽ പേര്. നമ്മൾ ആരാണ്, ഏത് മനുഷ്യനാണ്? വായിച്ചോ പെട്ടെന്ന് ഇയ്യോബ് 14:1. അന്നേരം ആ സംശയം അങ്ങ് മാറിക്കോളും. ആമേൻ, സ്തോത്രം. ഒറിജിനൽ അല്ലെന്നും മനസ്സിലാകും. വായിച്ചു. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ. ചേർന്നില്ലേ? അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും. പക്ഷെ തേജസ്സുള്ളവൻ അല്പായുസുള്ളവൻ അല്ലായിരുന്നു. സ്തോത്രം. എപ്പോഴാ അല്പായുസുള്ളവനായി? പാപം ചെയ്ത ശേഷം പാപത്തിൽ അമ്മ ഗർഭം ധരിക്കാൻ തുടങ്ങിയതെന്നാണോ കയ്യിൽ മുതൽ ഇങ്ങോട്ട് ജനിച്ചത് അല്പായുസുള്ളവൻ. അത് ഒറിജിനൽ അല്ല. അതിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു. കഷ്ടസമ്പൂർണനുമാകുന്നു, അവൻ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. ഈ ആയുസ് അവന് നിഴല. എന്താണ് നിഴല? ഈ നിഴലിന്റെ അവസ്ഥ മാറണമെങ്കിൽ സുവിശേഷത്തിൽ കൂടെ തേജസ് ഏറ്റെടുക്കണം. ഏത് തേജസ്? ആദാമിന്റെ തേജസ് അല്ല. ദയവ് ചെയ്ത് ഇനി ഒരിക്കലും നമുക്ക് ആ തേജസ് വേണ്ട. ആദാമിൽ നിന്ന് പിശാച് ഏദനിൽ വഞ്ചിച്ചെടുത്ത തേജസ് അല്ല. നാം അവന്റെ മഹത്വം പ്രാപിക്കും. ആരുടെ? യേശു ക്രിസ്തുവിന്റെ മഹത്വം. ആദാമിന്റെ തേജസ്സിനെ ഇനിയും വഞ്ചിക്കാൻ പറ്റും. എന്നാൽ ഒടുക്കത്തെ ആദാമിന്റെ തേജസ്സിനെ ഇനി വഞ്ചിക്കാൻ കഴിയാത്ത ഒരു തലത്തിൽ നാം പുറത്തു പ്രാപിക്കും. കൂടെ വരണമേ. അതിപ്രധാനമായ ഭാഗത്തിലേക്ക് പോകുക. ബുദ്ധിയിൽ നീങ്ങിയാൽ ഈ തലത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ആത്മാവിൽ സഞ്ചരിച്ചാൽ നിങ്ങളുടെ അകത്തെ തേജസ് നിങ്ങൾ പ്രാപിക്കുന്നു. പ്രധാന 4 കാര്യങ്ങളാണ് രക്ഷിക്കപ്പെടുന്ന നിമിഷം, നീതീകരണം പ്രാപിക്കുന്ന നിമിഷം ഒരുവന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. കൂടെ വരണേ. പ്രധാന 4 കാര്യങ്ങൾ നമ്മൾ പരമ്പരാഗതമായി പഠിപ്പിച്ചു വരുന്ന 2 കാര്യങ്ങളാണ്. പക്ഷേ പ്രധാനമായും അതിപ്രധാനമായും 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ നീതീകരണം പ്രാപിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. 1 ദൈവവചനം, 2 മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു, 3 തേജസ്, 4 പരിശുദ്ധാത്മാവ്. എല്ലാം വാക്യമുണ്ടെങ്കിലും ആമേൻ സ്തോത്രം എല്ലാം നിരത്തി വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ ദൈവവചനവുമായി ബന്ധമുള്ളവരുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആമേൻ തേജസ് അകത്ത് രക്ഷിക്കപ്പെടുന്ന നിമിഷം പുറത്തിന്ന് പോയത് ദൈവം ഇനി വെക്കുന്നത് അകത്താണ്. അതുകൊണ്ടാണ് ഇനി പുറത്തെ തേജസ്സിന് വേണ്ടി നാം ബന്ധപ്പെടേണ്ട. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്ന് പറയുന്നത് തേജസ് അകത്താ വെക്കുന്നത്. ഒരാൾ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുന്നു. വചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൽ ആ ഹൃദയം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം അകത്തേക്ക് ദൈവവചനം കയറുന്നു. ഓപ്പൺ ചെയ്ത പരിശുദ്ധാത്മാവ് പുറത്തു നിൽക്കും. അത് ആത്മാവ് ഒരിക്കൽ നമ്മുടെ വ്യക്തമായ നിലപാടിൽ കൂടെ അകത്തു വസിക്കാൻ വരും. ആത്മാവ് ക്രിയ ചെയ്യും. അതുകൊണ്ടാ പണ്ട് ബോധമുള്ള അപ്പച്ചന്മാര് രക്ഷിക്കപ്പെടുന്ന സമയത്തും സ്നാനപ്പെടുന്ന സമയത്തും ഈ പാട്ട് പാടിയത്. വൻക്രിയൻ നിൽ നടന്നു കർത്തനന്റെ ജ്ഞാനവന്റെ ഭാഗ്യനാൾ യേശുയൻ പാപം തീർത്തനാ. സ്തോത്രം. അപ്പോഴെന്താ നടന്നേ? വൻ ക്രിയ. ആരായി ക്രിയ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവാണ്. എന്ത് കേൾക്കുമ്പോൾ? സുവിശേഷം എന്ന വചനം കേൾക്കുമ്പോൾ ആത്മാവ് ക്രിയ ചെയ്യും.
അപ്പോൾ ഏത് ഡോറ് തുറക്കും? ആമേൻ, ഹൃദയത്തിൻ്റെ ഡോറ് തുറക്കും. ആമേൻ. പൗലോസ് പുഴവക്കത്ത് പ്രസംഗിക്കുമ്പോൾ ലൂദിയായുടെ വാ തുറന്നല്ല, ലൂദിയായുടെ ഹൃദയം തുറന്ന്. ഇന്ന് രാത്രിയിലും ചില പ്രത്യേക പദ്ധതിക്കായി ദൈവം ചില ഹൃദയങ്ങളെ ആത്മശക്തിയാൽ വചനത്തിന്റെ സ്പർശനം കൊണ്ട് ആത്മാവ് തുറക്കാൻ പോകുകയാണ്. ദേശത്ത് ചില ഡോറുകൾ, ചില ഹൃദയങ്ങളുടെ ഡോറുകൾ ദൈവം ഈ പ്രാർത്ഥനയിൽ തുറക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, ലക്ഷ്യം വെച്ച് കൈ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുടെ, കുടുംബങ്ങളുടെ ഹൃദയം ദൈവം തുറക്കാൻ പോകുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ആദ്യം വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നു. ക്രിയാൽ ഡോറ, ഹൃദയം ഓപ്പൺ ആകുന്നു, അകത്തേക്ക് വചനം കയറുന്നു. അകത്തേക്ക് വചനം കയറുമ്പോൾ ആമേൻ ഒപ്പം കയറുന്ന എല്ലാം ടൈമുകളുടെയും മണിക്കൂറുടെയും വ്യത്യാസമല്ല. പ്രസംഗിക്കുമ്പോൾ ചിലപ്പം അങ്ങനെയൊക്കെ തോന്നാം, പക്ഷെ പരിശുദ്ധാത്മാവ് മാത്രമേ ടൈം എടുത്തേ വരത്തുള്ളൂ. കൂടെ നിൽക്കും, പക്ഷെ അകത്തോട്ട് വരണേ ടൈം എടുക്കും. സ്തോത്രം. പക്ഷേ നിങ്ങൾ വേഷം കെട്ടിയാൽ ആദ്യം ഇറങ്ങിപ്പോകുന്ന പരിശുദ്ധാത്മാവ്. സ്തോത്രം. അതൊക്കെ തെളിവ് തരാനുണ്ട് പുസ്തകത്തിൽ നിന്ന്. ഞാൻ അങ്ങോട്ട് സമയം പോലെ വരാം. ആത്മാവിൽ സഞ്ചരിച്ചില്ലെങ്കിൽ വരുന്ന ആപത്തായി പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. ദൈവമക്കൾ ഈ യോഗങ്ങൾക്ക് മാത്രം ആത്മാവ് ജീവിച്ചാൽ പോരാ. ദൈവമക്കൾ നിങ്ങളുടെ അതിര് മാന്തുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടാകും. അടുത്ത വീട്ടുകാരനെ നിങ്ങളുടെ അതിര് മാന്തുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ഉണ്ടോ? ഇപ്പൊ തിരിച്ചാ നമ്മൾ അവരുടെ അതിര് മാന്തുക. സ്തോത്രം. സ്തോത്രം. ഇതിൻ്റെ അകത്തല്ല പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി, ഇതിന് പുറത്താ. വണ്ടി ഒരുത്തം നേരെ കൊണ്ടുവരും പറയാം നമ്മൾ ഈ പരിശുദ്ധാത്മാവുണ്ട്. വണ്ടി ഒരുത്തം കൊണ്ട് തട്ടാൻ വേണ്ടി ഇങ്ങനെ ഒട്ടിച്ചിട്ട് മാറുമ്പോൾ പുറകെ ഓടിച്ചിട്ട് നീ എവിടെ നോക്കിയാണ്, അന്നേരം അറിയാം പരിശുദ്ധാത്മാവ്. പാട്ടിന്റെ തുമ്പത്തും പ്രസംഗത്തിന്റെ അറ്റത്തും പറയുന്ന ആത്മപ്രകടനവും അഭിനയവും നിർത്തിയിട്ടെ അത് വേണം. പുറത്തില്ലാത്ത ജീവിതം ഇവിടെ കെട്ടിയിറക്കരുത്. സ്തോത്രം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ അതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നാം പ്രാർത്ഥനാ സമയത്ത് മാത്രം ആത്മാവിൽ ഭരിക്കപ്പെടുന്നവരാകരുത്. സ്തോത്രം. ഏതു സമയത്തും പരിശുദ്ധാത്മാവിൽ ഭരിക്കപ്പെടുന്നവരാകണം. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരാകണം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത്തരം ഒരു ആത്മതലത്തിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഉപദേശിമാരടക്കം. ഇന്ന് രാവിലെ എൻ്റെ സാക്ഷ്യം കേട്ടല്ലോ. 2024 വരെ ഞാൻ പേരുപേരുടെ നിൽക്കുക. എൻ്റെ മുമ്പിൽ ആരും വന്നൊന്നും സംസാരിക്കുക പോടാന്ന് ഞാൻ പറയുക. നേരിട്ട് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പോലീസ് സ്റ്റേഷനിൽ കയറി പറയുകയാണെങ്കിൽ അവരോട് സംസാരിക്കും. അത്തരം പേടികളൊന്നുമില്ല. സ്തോത്രം. എനിക്ക് കേസ് വന്നിട്ടുണ്ട്. ശശികല ടീച്ചറിനെതിരെ ഒരു കൺവെൻഷൻ 2017 ഞാൻ പ്രസംഗിച്ചു. അത് കട്ട് ചെയ്തെടുത്തിട്ടു. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേര് കണ്ടാണ്. അതെടുത്തു, കേസായി. അപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നിൻ അധികാരികളുടെ മുമ്പിൽ നിൽക്കാൻ പോവാ. സ്തോത്രം. ഇപ്പൊ ഞാൻ ഓർത്തു ആയതെങ്കിലും യോഗത്തിൽ അധികാരികൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നതായിരിക്കും. ഏതൊക്കെയാലും ഉപവസിച്ചേക്കാൻ തീരുമാനം എടുത്തു. 3 ദിവസം ഉപവസിച്ചു. 2-ാം ദിവസമായപ്പോൾ ഒരു കോള് ഉച്ചയായപ്പോൾ, ഉപവാസത്തിന്റെ 2-ാം ദിവസം. ഹലോ, ജോബി ടി അലക്സ് എന്ന് പറയുന്ന പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞ അതെ. ഞങ്ങൾ വിളിച്ചത് നാളെ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ഉടനെ ഞാൻ പറ്റില്ല, നാളെ വരാൻ പറ്റില്ല, ഞാൻ ഫാസ്റ്റിങ്ങിലിരിക്കുകയാണ്. എൻ്റെ തൻ്റെ ഇടം കണ്ടോണം. ഞാൻ ഫാസ്റ്റിങ്ങിലിരിക്കുകയാണ്. ഞാൻ ഫാസ്റ്റിങ് നാളെ വൈകിട്ടേ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും, എപ്പം വരുമെന്ന് ഞാൻ പറയാം. പറഞ്ഞതാ വാസു. സ്തോത്രം. ഉടനെ ആ പോലീസുകാരൻ എന്നോട് പറയാണേ, ശരി എന്നാ ഒരു ഡേറ്റ് പറയാൻ. സ്തോത്രം. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാനും ദൈവം കൂടെ വരുമെന്ന്. അപ്പൊ പുള്ളി ഓർത്ത് എന്തോ കുഴപ്പം.
ഞാൻ വീറോടാ പറയുന്നത്, ഞാനും ദൈവവും കൂടാ വരുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, മോളിൽ നിന്നുള്ള കേസാ, നല്ല കേസ, അകത്തു പോണ സംഗതിയാ, മതവികാരം ഇളക്കിയതിനുള്ള കേസാ. ഞാൻ പറഞ്ഞു, എന്ത് കേസായാലും ഞാനും ദൈവവും വരുമെന്നുണ്ട്. സ്വതന്ത്രം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആ പോലീസുകാരനെ ഞാൻ കോട്ടയത്ത് കൊണ്ടുവന്ന് മൂക്കി. സ്വോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ഇതുപോലെ മുണ്ടൊക്കെ കൊടുത്ത് ഇറങ്ങി കയറി ചെന്നപ്പോൾ SI സീറ്റ് തന്നു, ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഇന്ന പോലെ പ്രസംഗിച്ചാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ. എന്നാ സാറേ വിളിച്ചത്? അല്ല, ഇങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയുടെ നിയമപ്രകാരം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ കയ്യിലോട്ട് ചങ്ങല വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. സ്വോത്രം. പുറത്ത് വിട്ടാൽ ഇതുപോലെ പ്രസംഗിക്കുന്നു. ഒരു 15 മിനിറ്റ് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പ്രസംഗിച്ചു. അവസാനം SI തിരിച്ച് ഞാൻ പോരുന്ന വഴിക്ക് എന്നോട് വിളിച്ചു ചോദിച്ചു, ആ പറഞ്ഞ വാക്യങ്ങളൊക്കെ എനിക്കൊന്ന് വേണം, ഞാനും CSIയിൽ ഒരു ചെറിയ കൂട്ടായ്മയ്ക്കൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. അതുപോലെ വീറോടെ നിൽക്കുകയല്ലേ. ആമേൻ. ദൈവം എന്നോട് പറഞ്ഞു, പണികളെല്ലാം നിർത്തിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ശക്തമായി ദൈവം ഇടപെട്ടു. ആമേൻ. സ്തോത്രം. എന്നോടൊക്കെ ഒരു ദൈവദാസൻ പോലും പ്രവചിക്കാൻ വന്നാൽ ചോദിക്കും, പാസ്റ്റേ ഒരു ദൂത് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നും, കാരണം അവർക്കും പേടിയാ. സ്തോത്രം. എന്നതാ വരാൻ പോണെന്ന് അറിയത്തില്ല. നമ്മുടെ ഇത്തരം ജഡത്തിന്റെ സ്വഭാവങ്ങളെ മരിപ്പിച്ചില്ലെങ്കിൽ, ആത്മാവിൽ ധൈര്യത്തോടെ പറഞ്ഞു. ആത്മാവ് പറയുക, എവിടെ നിന്ന് പറയാൻ പറഞ്ഞു, അതിനൊന്നും വിലക്കില്ല. പക്ഷെ ജഡത്തിന്റെ ശക്തി ദൈവത്തിന് വേണ്ട. പുരുഷന്റെ ഊരുക്കളിൽ ദൈവം എന്ത് ചെയ്യുന്നില്ല, പ്രസാദിക്കുന്നില്ല. പിന്നെ ഏത് ബലമാണ് നമുക്ക് വേണ്ടത്? ആമേൻ. ആത്മാവിന്റെ ബലമാണ് നമുക്ക് വേണ്ടത്. കൃപയുടെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. 14-ാം രാത്രിയിൽ ആത്മാവിന്റെ ബലം ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ആത്മാവിന്റെ ബലം ഇതിന്റെ പുറത്താണ് വെളിപ്പെടേണ്ടത്. ദേശത്ത് മഹത്വം കാണത്തക്കവണ്ണം, ആമേൻ, ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവണ്ണം സഭയുടെ മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്താലും ദൈവവചനത്താലും ജയമെടുക്കുകയാണ്. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയോ? ആമേ. സ്തോത്രം. നമ്മളെ 3 ഘടകം കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആമേ. നമ്മൾ പലപ്പോഴും ഒരു വാക്യം തെറ്റിദ്ധരിക്കും. മനുഷ്യന്റെ ശത്രു ആരാ? എങ്ങനെയാ ബൈബിൾ പറഞ്ഞത്? മനുഷ്യന്റെ ശത്രു അങ്ങനെയാണോ? മനുഷ്യൻ തന്നെയെന്നാണ്. ആര് പറഞ്ഞു? അവന്റെ ശത്രു അവന്റെ വീട്ടുകാരാണ്. അങ്ങനെയാ അല്ലേ? മനുഷ്യന്റെ ശത്രു അവന്റെ വീട്ടുകാർ. ഈ വാക്യം വെച്ച് എത്രയോ പേര് കുഴയുന്നുണ്ടെന്നറിയോ? അപ്പൻ്റെ ചേട്ടനോട് മിണ്ടാത്തവരുണ്ട്, അയലോക്കംകാരുടെ ബന്ധുക്കളോട് മിണ്ടാത്തവരുണ്ട്. കാരണം അവര് മുഴുവൻ എൻ്റെ ശത്രുവാണ്. പോരാഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വശകേട് പ്രവാചകൻ വന്നിട്ട് പറയും, നിന്റെക്കെതിരെ നിന്റെ ചേട്ടൻ മന്ത്രവാദം ചെയ്യുന്നുണ്ട്. ശരിയാ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അത് മാറ്റമൊന്നുമില്ല. അവൻ നമുക്കൊക്കെ അനുഭവം പല കാര്യത്തിലും ഉണ്ടല്ലോ. പക്ഷേ അത് വെച്ച് നമ്മൾ അവരോട് എന്ത് ചെയ്യുക? ജഡത്തിൽ ഫൈറ്റ് ചെയ്യുക. ദൈവമേ സന്ദർശിക്കണേ, ഇല്ലാതാക്കണേ, എന്നാലും അവൻ എൻ്റെ കൂടെ ഒന്ന് ആരാധിക്കണം എന്ന് പ്രാർത്ഥിക്കത്തില്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ ഏറ്റവും വലിയ വിടുതലും ജയവും അവൻ നിന്റെ കൂടെ വന്ന് ആരാധിക്കുന്നത്. എൻ്റെ ഫാദറും മദറും രക്ഷിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഫൈറ്റിംഗ് ഉണ്ടായി ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് നിന്ന്. കാരണം എൻ്റെ ഫാദറിൻ്റെ പിതാവ് പള്ളിയിലെ അച്ഛനായിരുന്നു, പുരോഹിതനായിരുന്നു. പുരോഹിതൻ്റെ ഇളയ മകനായിട്ടാണ് എൻ്റെ ഫാദർ ജനിക്കുന്നത്. അപ്പം എനിക്ക് 5 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ പിതാവും മാതാവും പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുന്നതും രക്ഷിക്കപ്പെടുന്നതും. അന്ന് രാത്രി ഞങ്ങളുടെ വീട് ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞു. അത് ഞങ്ങളുടെ ഫാദറിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എൻ്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് എൻ്റെ പിതാവും മാതാവും പറഞ്ഞ സാക്ഷ്യം. ഞെട്ടറ്റാൽ ചവിട്ട എന്തും ചെയ്ത് നിങ്ങളെ തിരിച്ച് പള്ളിയിൽ കൊണ്ടുവരും. അദ്ദേഹം പോരാടാൻ തുടങ്ങി, മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി, ആഭിചാരം ചെയ്യാൻ തുടങ്ങി, ക്ഷേത്രങ്ങളിൽ പോയി പല പരിപാടികളും ചെയ്തു. സ്തോത്രം. ഞങ്ങള് നല്ല ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സേവിക്കാൻ പോയാൽ പുള്ളി വലുതിലും വലിയ ശാപം നമുക്കെതിരെ ചെയ്യുക. പക്ഷെ അദ്ദേഹത്തോട് ഒരിക്കൽ പോലും ഞങ്ങൾ ശത്രുതയായി പെരുമാറിയില്ല. അദ്ദേഹത്തിന്
വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് രക്ഷിക്കപ്പെടുന്നത് അദ്ദേഹമാണ്. സ്തോത്രം. ഈ വാക്യം തെറ്റിദ്ധരിച്ച് പലപ്പോഴും നമ്മുടെ വീട്ടുകാരുമായി നമ്മൾ അകലുകയാണ്. അകലണമെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആഭിചാരം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് ആമേൻ നീ ഇടപാടുകൾക്ക് ഗ്യാപ്പ് വരുത്തിയാലും ദൈവസ്നേഹം കൊടുത്തുകൊണ്ടിരിക്കണം. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുത്, ചിലപ്പോൾ പണി കിട്ടും. അതൊക്കെ ദൈവാത്മാവ് നിയോഗിക്കുന്ന പോലെ ചെയ്തോണം. ആമേൻ. പക്ഷേ അവരെ വെറുക്കരുത്. നിന്റെ അകത്തുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ അറിയിച്ചുകൊണ്ടിരിക്കണം. അവർ നിനക്കിട്ട് പണി തരുമ്പോഴും പണി കിട്ടിയ ഭാവം പോലുമില്ലാതെ അവരോട് ചിരിച്ചിടപെടാൻ കഴിയണം. പക്ഷെ ആത്മവിവേചനത്തോടെ അകന്ന് നിൽക്കേണ്ടടുത്ത് അകന്ന് നിൽക്കണം. കുറച്ച് കഴിയുമ്പോൾ അവൻ നിന്റെ മുമ്പിൽ വീഴും. പക്ഷെ ഈ വാക്യത്തിൻ്റെ ഒറിജിനൽ ഇത് ഞാൻ പറഞ്ഞതറിയാം. ആമേൻ. നമ്മളുടെ കൂട്ടത്തിൽ എതിരാളി നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്ന മറ്റൊരാളല്ല. സ്തോത്രം. നമ്മുടെ ആത്മതലം തകർക്കുന്ന അതിപ്രധാനമായ 2 കാര്യം നമ്മളിൽ തന്നെയുണ്ട്. വീണ്ടെടുപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിലവിൽ വീണ്ടെടുപ്പ് നടന്നിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിന് മാത്രം. സ്തോത്രം. നിങ്ങളുടെ വീണ്ടെടുപ്പ് നടന്നിരിക്കുന്ന ഏത് ഭാഗമാ? ആത്മാവ്. ഇനി എന്തൊക്കെ പ്രധാനമായി നിങ്ങളിൽ വീണ്ടെടുക്കാനുണ്ടെന്നറിയോ? നിങ്ങളുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും നടന്നിട്ടില്ല. അപ്പോൾ മറ്റൊരാൾ മാത്രമല്ല നിങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾ എണ്ണേണ്ടത്. നിങ്ങളുടെ ആത്മതലം തകർക്കുന്ന 2 സംഗതികൾ നിങ്ങളിൽ തന്നെ നിൽക്കുകയാണ്. അതാണ് പൗലോസ് പറഞ്ഞത്. എൻ്റെ അവയവങ്ങളിൽ മറ്റൊരു പ്രമാണം എൻ്റെ ആത്മാവിനെതിരെ പോരാടുകയാണ്. ഞാൻ മുൻപോട്ട് ആത്മാവിൽ പോകാതിരിക്കുവാൻ, ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കാതിരിക്കുവാൻ, ഞാൻ ആത്മാവിൽ ചലിക്കാതിരിക്കുവാൻ, ഞാൻ ആത്മാവിൽ നടക്കാതിരിക്കുവാൻ, ആത്മപ്രവർത്തികൾ വെളിപ്പെടാതിരിക്കാൻ എൻ്റെ ശരീരത്തിലും എൻ്റെ ദേഹിയിലും നിന്ന് എൻ്റെ ആത്മാവിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ചില തലങ്ങളുണ്ട്. 14-ാം രാത്രി പരിശുദ്ധാത്മാവും വചനവും അതിനെ വെട്ടിക്കളയട്ടെ. സ്വഭാവ രൂപീകരണം നടക്കണമെങ്കിൽ ഈ തലത്തിൽ ജയം പ്രാപിക്കണം. ആത്മാവിന് മാത്രമാണ് വീണ്ടെടുപ്പ് നടന്നിരിക്കുന്നത്. ശരീരം വീണ്ടെടുക്കപ്പെട്ടില്ല. ആത്മാവ്, ദേഹി, ശരീരം. സ്തോത്രം. എല്ലാ കുഴപ്പക്കാരനും എല്ലാ കുഴപ്പവും ഇരിക്കുന്നത് ദേഹിയിലാണ്. ദേഹിയെ പരിശുദ്ധാത്മാവിന്റെ തീരുമാനങ്ങൾ കൊണ്ട് ഒതുക്കുന്നില്ലെങ്കിൽ ശരീരത്തെ അത് നടപ്പിലാവും. സ്തോത്രം. നീ കേട്ടോണം. പാപം ചെയ്യാൻ, ഇനി തുറന്നു പറയാണ്, വ്യഭിചാരം ചെയ്യാൻ ഒരു മുറി വേണമെന്നില്ല, പൂട്ട് വേണമെന്നില്ല. കസേര ഇവിടെ ഇട്ടുകൊണ്ട് ആകാശത്തോട്ട് നോക്കി ഇരുന്ന് വ്യഭിചാരം ചെയ്യാം. സ്തോത്രം. വല്ലതും പിടികിട്ടുന്നുണ്ടോ? പഴയ നിയമത്തിൽ ഒരാൾ വ്യഭിചാരം ചെയ്യണമെങ്കിൽ ഒരു പുരുഷൻ മറ്റൊരു വ്യവസ്ഥ തെറ്റിയ സ്ത്രീയുമായോ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി വ്യവസ്ഥ തെറ്റിപ്പോയാൽ മാത്രമേ വ്യഭിചാരമാകുന്നുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് കടുപ്പിച്ചു. സ്ത്രീയെ മോഹിച്ചുകൊണ്ട് നോക്കിയാൽ നീ വ്യഭിചാരം ചെയ്തു. സ്തോത്രം. നീ മോഹിച്ചുകൊണ്ട് നോക്കുക മാത്രമല്ലല്ലോ, ചിലതിനെ ഉള്ളത്തിൽ കയറ്റിക്കൊണ്ട് ചുമ്മാ കസേരയിൽ ഇരുന്നാൽ മതി. നോക്കുമ്പോൾ നീ ഒരു വീട്ടിലും പോയിട്ടില്ല, നീ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല, മെസ്സഞ്ചറിലാകട്ടെ വാട്സപ്പിലാകട്ടെ ഒന്നും അയച്ചിട്ടില്ല. പക്ഷെ ഉള്ളത്തിൽ ഈ സംഗതി നടന്നു കഴിഞ്ഞു. സ്തോത്രം. ഞാനും ബെന്നി പാസ്റ്ററും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ മാപ്പ് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും. പക്ഷെ മാപ്പ് പറഞ്ഞാൽ തീരാത്ത ചിലത് ദേഹിക്കകത്ത് കെട്ടിക്കിടക്കുക. 14-ാം രാത്രി ദൈവം അതിനെ പൊട്ടിക്കാൻ ആഗ്രഹിക്കുക. ശുശ്രൂഷ വെളിപ്പെടാതെ, ആത്മവാക്തത്വങ്ങൾ വെളിപ്പെടാതെ, ദേഹിയുടെ മണ്ഡലത്തിൽ ഒളിഞ്ഞു കിടന്നുകൊണ്ട് വാക്തത്വങ്ങളെ തടയുന്ന പൈശാചിക മണ്ഡലത്തെ ആത്മാവിൽ വചനത്തിന്റെ വാളാൽ വെട്ടിമാറ്റുകയാണ്. അവൻ ജയം പ്രാപിക്കാൻ അതിനെ ഏറ്റെടുത്ത് വിടുതലായി ഈ പകൽ രാത്രി സമർപ്പിച്ചു കൊള്ളാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. എങ്ങനെ ജഡത്തിലെത്തുന്നെന്ന് മനസ്സിലാക്കുന്നു. ആത്മാവിൽ തുടങ്ങിയിട്ടും ആത്മാവിൽ പോകാൻ കഴിയാത്ത സ്ഥിതി
ഈ രണ്ട് തലത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് മനുഷ്യാത്മാവിനോടുകൂടെ ദൈവാത്മാവ് തന്നെ. രാവിലെ ഞാൻ അല്പമായി പറഞ്ഞു വെച്ചു, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രണ്ടാത്മാവുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു അവന് രണ്ടാത്മാവ് വേണം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ മനുഷ്യാത്മാവുണ്ട്, അശുദ്ധാത്മാവുണ്ട്. അതാണ് രാവിലെ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യൻ നിന്ന് അശുദ്ധാത്മാവ് വിട്ട് പുറപ്പെട്ടു പോയ ശേഷം നീരോട്ടമുള്ള സ്ഥലത്തൂടെ തണുപ്പന്വേഷിച്ചു നടന്നു, കണ്ടില്ല താനും. അവൻ ഒപ്പം മാനസാന്തരപ്പെട്ടവരുടെ എല്ലാം അശുദ്ധാത്മാവ് അവിടെ കറങ്ങി തണുപ്പന്വേഷിച്ചപ്പോൾ ഇവർ സംഘം കൂടിയിട്ട് ഒരുവൻ പറയാ, ഞാൻ മടങ്ങിച്ചെന്ന് എൻ്റെ വീട്ടിൽ നോക്കട്ടെ. ആമേ തിരിച്ചു വന്നപ്പോൾ അടിച്ചലങ്കരിച്ചിട്ടെങ്കിലും പരിശുദ്ധാത്മാവിനെ ഇരുത്താത്തത് കൊണ്ട് അവൻ ചെന്ന് തന്നിലും ബലമേറിയ 7 എണ്ണത്തെയും കൂടെ കൂട്ടി 8 എണ്ണത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അവർ 8 പേരും കൂടെ അകത്ത് കയറി. ഇന്ന് പെന്തിക്കോസിന്റെ അകത്ത് അടി നടക്കുന്നത് എന്നാന്നറിയോ? രക്ഷിക്കപ്പെട്ടു വന്നപ്പം ഒരു ഭൂതം പോയി, പക്ഷെ ക്രമം കെട്ട ജീവിതം. ആമേ 8 എണ്ണം തിരിച്ചു കയറി. ഒരാളിൽ എത്ര ഭൂതം ഉണ്ടെന്നറിയോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഒന്നുള്ളായിരുന്നു. രക്ഷിക്കപ്പെട്ടിട്ട് മര്യാദയ്ക്ക് ജീവിച്ചാവുന്നതുകൊണ്ട് ഇപ്പൊ എത്ര എണ്ണമായി? 8 എണ്ണം. തന്നിലും ബലമേറി 7 എണ്ണം കൂടെ, താനും 8. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ആരാധന കഴിഞ്ഞിട്ട് ആന്റിമാരും അച്ഛന്മാരും ഒക്കെ കസേരയ്ക്ക് എന്ത് ചെയ്യുക? അടിക്കുന്നു. അർത്ഥം ഓരോന്നിൽ 8 എണ്ണം വെച്ച് കയറിയാൽ എന്നാ ചെയ്യും? സ്വോത്രം. എവിടെ ഇരുന്നു? കാഴ്ചക്കാരും കുറവുള്ളവരല്ല. കാഴ്ചക്കാരും അടുത്ത വീട്ടിൽ കയറുന്നില്ല. കാഴ്ചക്കാർക്കും മെസ്സേജ് അയക്കുന്നില്ല. പക്ഷേ ദേഹിയിലെ മുറിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങൾ പൊട്ടി പുറത്തു വരും. സ്വോത്രം. എപ്പോഴെങ്കിലും ഇത് പൊട്ടിപ്പുറത്ത് വരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവി പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്ന സമൂലമായ ആത്മാവിലുള്ള മുന്നേറ്റത്തിന് ചില മുറികൾ പൊളിക്കേണ്ടത് ആവശ്യമാണ്. ദേഹിയിൽ പണിത് വെച്ചിരിക്കുന്ന, ആരും കാണാത്ത, ഭാര്യ കാണാത്ത, ഭർത്താവ് കാണാത്ത, മക്കൾ കാണാത്ത, അപ്പനും അമ്മയും കാണാത്ത, പാസ്റ്റർ കാണാത്ത, വിശ്വാസികൾ കാണാത്ത, അയൽവക്കംകാർ കാണാത്ത, നിന്നെ നല്ല വാക്കുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞ ആരും കാണാത്ത ഒളിവിടങ്ങളിലെ ചില മുറികളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാണുന്നു. 14-ാം രാത്രിയിൽ ആത്മാവ് അതിനെ പൊളിച്ചിട്ട് ആത്മാവിന്റെ ഫലം ഇരിക്കുന്ന ചില മുറികളെ നിന്റെ അകത്തേക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മാനുഷികമല്ല, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാൻ ദൈവാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത്തരം വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാനായി യോഗം വെച്ചിരിക്കും. സ്വോത്രം. ആരും പൂർണ്ണരൊന്നുമല്ല, നീതിമാൻ ആരുമില്ല. കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടു. ആമേ. അവന്റെ നീതിയാൽ നാം ആരായി? നീതിമാന്മാരായി. ആമേ. അതെല്ലാം പ്രസംഗിക്കാൻ മുമ്പ് സമയമില്ല. നീതിമാന്മാരായി. ഇനി ആ നീതി നിലനിർത്തണമെങ്കിൽ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. പരസ്യ ജീവിതത്തിൽ നമുക്ക് എന്തും അഭിനയിക്കാം, പക്ഷെ രഹസ്യ ജീവിതം എങ്ങനെ ഉണ്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ സകല ഹൃദയങ്ങളെയും ആരായുന്ന പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം ഇവിടെയുണ്ട്. ഇന്ന് ഈ യോഗം ഒരസാധാരണ നിലയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബാഹ്യതലമല്ല, അകത്തെ ചില മുറികൾ ഈ 14-ാം രാത്രി പൊളിക്കാൻ പരിശുദ്ധാത്മാവ് പറയുക. ചിലരെ ദൈവം തൊടാൻ പോകുക, ചിലരെ ദൈവം തൻ്റെ പദ്ധതികളിലേക്ക് നടത്താൻ പോകുക. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമുക്ക് പറ്റുന്ന എന്നാണെന്നറിയോ? നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ അന്നാരെ ഭൂതം നമ്മുടെ മേൽ കയറുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച കർത്തൃമേശയെടുത്തു, അടുത്ത കർത്തൃമേശയെടുത്തു, കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, കർത്തൃമേശയെടുക്കുന്നു, വീണ്ടും പാപം ചെയ്യുന്നു. പിന്നെ നമുക്ക് തോന്നും കുഴപ്പമൊന്നുമില്ല, ദൈവത്തോടെ ഇടയ്ക്കിടയ്ക്ക് കർത്താവേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞാൽ മതി എന്ന് നമുക്ക് തോന്നും. ആരുമില്ല ഇവിടെ? സ്തോത്രം. ദൈവം ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുമ്പോൾ സാരമില്ലെന്ന് വിചാരിക്കരുത്. ദൈവം സ്വയം മടങ്ങി വരാൻ സൈലന്റ് ആയിരിക്കും. ഒരു സൈലന്റ് പീരീഡ് ഉണ്ട്. അത് ഓരോരുത്തർക്കും എത്ര ദിവസം, എത്ര മാസ, വർഷമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ദൈവം എഴുന്നേക്കും. അടുത്ത തലമുണ്ട്. ഇന്ന് രാത്രി അത് പറഞ്ഞാൽ വീട്ടിൽ പോക്ക് നടക്കത്തില്ല.
തൊട്ടുവിടാം. പരിശുദ്ധാത്മ നിയോഗത്താൽ ആത്മാവിൽ തുടരാൻ വേണ്ടി സംസാരിക്കുന്നു. ജഡത്തിൽ അവസാനിക്കരുത്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ എന്ത് ചെയ്യരുത്? തീരരുത്. സ്തോത്രം. ദാവീദ് പാപം ചെയ്തു. ഞാനിനി തുറന്നു പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണേ, എനിക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. ശൗൽ എന്ന് പറയുന്ന രാജാവ് ദൈവം ശമൂവേലിനെ കൊണ്ട് തന്നെ അഭിഷേകം ചെയ്തതാ. അയാള് ഒരു വായി നോക്കിയ ചരിത്രം പോലും വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഏറ്റവും ലോക്കൽ പദം കൊണ്ട് പറയുന്നോട് ക്ഷമിക്കണം, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ശൗൽ ഇന്നടുത്ത് നിന്ന് വായി നോക്കി എന്നൊരു സ്ഥലത്ത് എഴുതിയിട്ടില്ല. നമ്മുടെ ലിസ്റ്റിലെ കഠിനപാപമൊന്നും ശൗലിന്റെ മുൻപിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ദാവീദിന്റെയോ? കൊലപാതകം, വ്യഭിചാരം, തന്ത്രപരമായ വഞ്ചന. കൊലപാതകത്തിലേക്ക് പോയത് നമ്പർ 1 വഞ്ചനയ്ക്ക് ശേഷം. ഊരിയാവിനെ പടയിൽ നിന്ന് വിളിച്ച് തിരിച്ചു വെളുത്തിയിട്ട് ആദ്യം പുള്ളി വഞ്ചനയായിരുന്നു. തന്ത്രം എന്താ? നല്ലവണ്ണം കുടിപ്പിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ പോകാൻ പറഞ്ഞു. പുള്ളി അടിച്ച് പൂസായി എന്നാലും പുള്ളി പറഞ്ഞു എൻ്റെ സഹോദരങ്ങൾ പടയിൽ കിടക്കും, ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? പുള്ളി അങ്ങോട്ട് മാറി, നിങ്ങൾ പോകാൻ പറഞ്ഞു, വീട്ടിലേക്ക് വിട്ടു. പുള്ളി അങ്ങോട്ട് മാറി കൊട്ടാരത്തിൽ അവിടെ ആ വഴിയിലെങ്ങാണ്ട് കിടന്നു. പുള്ളി എന്നിട്ടും പോയില്ല. എന്താ? ഇവൻ ചെയ്ത പാപം അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ തന്ത്രം ഒരുക്കുക. ഉണ്ടോ? ഇത്രയൊന്നും ശൗല് ചെയ്തിട്ടില്ല. പക്ഷേ ദൈവം സൈലന്റാണ്. ദൈവം എന്താകുന്നു? മിണ്ടുന്നില്ല. ഇറങ്ങിച്ചെന്നിട്ട് ദാവീദേ നീ എന്ത് വൃത്തികേട കാണിച്ചെന്നൊന്നും ദാവീദിനോട് പറയുന്നില്ല. സ്തോത്രം. ദാവീദ് ഓർത്തു സാരയില്ല, ദൈവം കൂട്ടു നിൽക്കാം. അല്ല കേട്ടോ, ചില ഘട്ടങ്ങളിൽ ദൈവം സൈലന്റ് ആകുന്നത് കൂട്ടു നിൽക്കുന്നതല്ല. അനാദി നിത്യതയിൽ നിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന മഹത്തായ ചില വാക്തത്വങ്ങളിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരാൻ ദൈവം തരുന്നൊരു ടൈമാണ്. കൂടെ വരണേ. അനാദി നിത്യതയിൽ ലോകമുണ്ടാകുന്നതിന് മുമ്പേ നിന്റെ പേരിന്റെ മുൻപിൽ എഴുതി വെച്ച ചില വാക്തത്വങ്ങളുണ്ട്. അതിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ദൈവം ഒരു ശ്രമം നടത്തുകയാണ്. സൈലന്റ് കാലം. ദൈവം നീ ചെയ്ത ചില തെറ്റുകൾക്ക്, രഹസ്യമോ പരസ്യമായ തെറ്റുകൾക്ക് അനങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. നിന്റെ മുൻപിൽ ചില വാക്തത്വങ്ങളുള്ളത് കൊണ്ട് ദൈവം വിട്ടുതരാതെ തിരിച്ചു പിടിക്കാൻ ദീർഘക്ഷമയോടിരിക്കുകയാണ്. പുതിയ നിയമസഭയോട് ഇപ്പോഴും വാക്തത്വമുണ്ട്. ചിലരും കൂടെ മാനസാന്തരപ്പെട്ടോട്ടെന്നോർത്ത് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. ആ ചിലരെന്ന് പറഞ്ഞ പുറത്ത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വന്നെന്ന് പറയുന്ന ചിലരും കൂടെ മാനസാന്തരപ്പെട്ട നിത്യത പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവരിനി മാനസാന്തരപ്പെടണോ? വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ അകത്തും പുറത്തും ഒരുപോലെ മാനസാന്തരത്തിനായി ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലായിടത്തും കൈയിടിച്ചളകിയാലൊന്നും ദൈവത്തിൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല. ഇനി നമ്മളാരും പോയില്ലെന്നോർത്ത് ദൈവത്തിന് ആളില്ലാതെ വരത്തില്ല. നല്ല മിടുക്കന്മാർ, അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഈ മണ്ണിൽ ഉറങ്ങുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ആയിരക്കണക്കിന് കോടിക്കണക്കിന് രക്തസാക്ഷികൾ, ജീവൻ വെച്ചു കൊടുത്തവർ ഈ മണ്ണിൽ ഉറങ്ങുന്നുണ്ട്. അവരുടെ രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ നിന്ന് ആമേൻ നിലവിളിച്ചു കൊണ്ടിരിക്കുക. എന്തിനെ? വീണ്ടെടുപ്പിനായി നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം അഭിനയിക്കരുത്, നാം വിളച്ചിലിറക്കരുത്. ഈ 14-ാം രാത്രിയിൽ തേജസ് പ്രാപിക്കുവാൻ, കൃപ പ്രാപിക്കുവാൻ സമൂലമായൊരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി അതിശക്തമായി ഇടപെടുകയാണ്. ഈ യോഗത്തിന്റെ 14-ാം രാത്രി മുതൽ ദൈവം ഒരു ടേണിംഗ് പോയിന്റിലേക്ക് ഈ യോഗത്തെ തിരിക്കാൻ പോകുകയാണ്. സമൂലമായൊരു ശുദ്ധീകരണത്തിലേക്ക് ശുശ്രൂഷകന്മാരടക്കം ഈ ദിവസങ്ങളിൽ കരഞ്ഞു മടങ്ങി വരേണ്ട നാഴിക വന്നിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ദാവീദിന്റെ അടുക്കൽ ദൈവം സൈലന്റ് ആയി. ഒരാൾ പാപം ചെയ്താൽ അയാൾക്ക് വാക്തത്വവും ദൈവപദ്ധതിയും ഉണ്ടെങ്കിൽ എന്താണ് പിശാചിന്റെ തന്ത്രം എന്ന് ചോദിച്ചാൽ, നിന്നിലുള്ള വാക്തത്വത്തെ
നീ പ്രാപിക്കാനും ദൈവപദ്ധതി. വാക്തത്വം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ മാത്രം അനുഭവിക്കുന്നതല്ല. വാക്തത്വം നീ പ്രാപിച്ച സഭയ്ക്ക് ഗുണമാണ്, ദൈവ പദ്ധതികൾക്ക് ഗുണമാണ്. അങ്ങനെയുള്ള വാക്തത്വം ചുമ്മാ വീട് കിട്ടുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു വണ്ടി കിട്ടുന്ന കാര്യമല്ല. ദൈവം കുറിച്ചു വെച്ച വാക്തത്വങ്ങൾ. എന്താ ദാവീദിനെ ദൈവം ഭൂതം കയറ്റാഞ്ഞത്? ദാവീദ് ഇത്രയൊക്കെ ചെയ്തിട്ടും പോയി കേറിക്കോ പിശാചേ എന്ന് പറഞ്ഞ് അനുമതി കൊടുക്കാൻ ഞാൻ. എന്താ ദാവീദിന്റെ പേരുള്ള വാക്തത്വം? അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പോലും നിറവേറേണ്ട വാക്തത്വങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഒന്ന് ഓടിച്ച് പറഞ്ഞുകൂടാം പരിശുദ്ധാത്മ നിയോഗത്തെ. മത്തായി സുവിശേഷം പുതിയ നിയമം എഴുതി തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിന്റെ പേര് പറയുന്നതിന് മുമ്പ് 2 പിതൃസ്ഥാനം അവതരിപ്പിക്കുന്നു. 1 അബ്രഹാം, 2 ദാവീദ്. മത്തായി എഴുതുന്നത് എങ്ങനെ? അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തു. അതെങ്ങനെയാ 2 പിതൃത്വം അവതരിപ്പിച്ചത്? 2 പിതാക്കന്മാരെന്നുള്ളതല്ല അവതരണം. ഇവർ 2 പേരും ജഡപ്രകാരമുള്ള പിതൃത്വത്തെ കുറിച്ചും അല്ല പറയുന്നത്. പിന്നെന്താണ് 2 പിതാക്കന്മാരായി ഇവരെ പറഞ്ഞു തുടങ്ങിയത്? അബ്രഹാമിൽ നിന്ന് രാജ്യത്തിന്റെ പിതൃത്വവും ദാവീദിൽ നിന്ന് രാജാവിന്റെ പിതൃത്വവും കുറിക്കുന്നതാണ്. അബ്രഹാം എന്ന ആളിൽ നിന്നാണ് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായത്. ദൈവമാക്കി വെച്ച, ദൈവം തിരഞ്ഞെടുത്ത, മനുഷ്യൻ തിരഞ്ഞെടുത്തതല്ല, അത് ശൗലാണ്. എന്നാൽ ദൈവം തന്റെ പദ്ധതിയിൽ അനാദിനിത്യതയിൽ കുറിച്ചു വെച്ച 1ാമത്തെ രാജകീയ സ്ഥാനം ദാവീദിൻ്റെതാണ്. അത് ദാവീദിന്റെ പേര്. 2 രാജകീയ പിതൃത്വവും രാജ്യത്തിന്റെ പിതൃത്വവും. 2 പിതൃസ്ഥാനത്തിൽ 1 ദാവീദിന്റെ പേരില്ല. എന്നാൽ ദാവീദ് മടങ്ങി വന്നിരുന്നായിരുന്നെങ്കിൽ ആ പേര് അവിടെ ചേർക്കാൻ കഴിയില്ലായിരുന്നു. ദാവീദേ, നീ ഉണ്ടാകുന്നതിന് മുമ്പേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ, പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ തന്റെ പുത്രൻ ലോകത്തിൽ വരുമ്പോൾ നിന്റെ പേരോട് കൂടെ യേശുക്രിസ്തു എന്ന വാഗ്ദത്തം ജനിക്കണമെന്ന് സ്വർഗ്ഗം അനാദിനിത്യതയിൽ കുറിച്ചത് നടപ്പിലാക്കാതിരിക്കാൻ പാപം നിന്റെ നേരെ ഫൈറ്റ് ചെയ്യുകയാണ്. സ്വോത്രം. എന്തിനാ പാപം ചെയ്യിക്കാൻ പിശാച് കണഞ്ഞ് ശ്രമിക്കുന്നറിയാമോ? നീ പോലും അറിയാതെ നിന്റെ പേരിൽ കുറിച്ചു വെച്ചിരിക്കുന്ന ചില വാക്തത്വങ്ങളുണ്ട്. അത് നീ പ്രാപിക്കാതിരിക്കാൻ പാപം നിന്റെ മേൽ അടിച്ചു കേൾപ്പിക്കുവാൻ പിശാച് ശ്രമിക്കുക. ഇന്ന് രാത്രി നീ പറ, എന്നെ തൊടാൻ നിനക്ക് കഴിയില്ല. കാരണം യേശുക്രിസ്തു എന്ന മികച്ച വാഗ്ദത്തം എന്നിൽ കൂടെ ദേശത്ത് വെളിപ്പെടാനിരിക്കെ എന്നെ മലിനമാക്കാൻ, എൻ്റെ കുടുംബത്തെ മലിനമാക്കാൻ, എൻ്റെ തലമുറയെ മലിനമാക്കാൻ, എൻ്റെ ശുശ്രൂഷയെ മലിനമാക്കാൻ, എൻ്റെ ജീവിതത്തെ മലിനമാക്കാൻ, എൻ്റെ കുടുംബത്തെ മലിനമാക്കാൻ, എൻ്റെ ഭാര്യയെ മലിനമാക്കാൻ, എൻ്റെ ഭർത്താവിനെ മലിനമാക്കാൻ നിനക്ക് കഴിയുകയില്ല. ഞാൻ ആ വാഗ്ദത്തം പ്രാപിക്കൂ. നാമും ഈ സഖാക്കനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ്. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ദൈവം അനങ്ങുന്നില്ല. ദാവീദ് വീഴ്ച 1 അല്ല 2 അല്ല 3 അല്ല. ഇനി അതിനോട് ചേർത്തൊരു കാര്യം പറയാം. 2 അന്ധനായ മനുഷ്യൻ പോലും യേശു പോകുമ്പം വിളിക്കുന്നത് യേശുവേ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അത് നടത്തിക്കാതിരിക്കാൻ പിശാച് ശ്രമിക്കും. നിന്റെ പേര് പറഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രാപിക്കാൻ ചിലരെ ഉണ്ട്. പാസ്റ്റർ ബിന്നി ശുശ്രൂഷിച്ചപ്പോഴാണ് ഇന്നാര് രക്ഷിക്കപ്പെട്ടത്. പാസ്റ്റർ ജോബി ടി അലക്സ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നാര് സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനമെടുത്തത്. അത്തരം ചില ദൈവ പദ്ധതിയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും പേരെഴുതി ചേർക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോൾ മലിനതയുള്ള വ്യാപാരം കൊണ്ടുവന്നിട്ട് അതിനെ തട്ടിമാറ്റാൻ നോക്കുന്ന ദുഷ്ടപിശാചിനെ ആത്മാവിൽ ഈ ഓടനാവട്ടത്തെ ദൈവസഭ ജയിക്കുകയാണ്. ഞങ്ങളുടെ പേരിനോട് ചേർത്ത് പുറത്തു വരേണ്ട വാഗ്ദത്തങ്ങൾക്കെതിരെ ഇനി നിനക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കുകയാണ്, ആത്മാവിൽ ഉണരുകയാണ്. ഞങ്ങളുടെ പേരിൽ ചേർത്ത് വെക്കേണ്ട വാഗ്ദത്തം അങ്ങനെ തന്നെ വരും. ഏർന്നില്ല. ദാവീദ് മരിച്ചു. പക്ഷെ ഇനി ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയുള്ളപ്പോഴും ദാവീദിന്റെ പേര് ചേർത്തൊരു വാഗ്ദത്തമുണ്ട്. യേശു ഇരിക്കുന്ന സിംഹാസനത്തിന് ആ വാഴ്ചയിൽ ദാവീദിന്റെ സിംഹാസനം എന്നറിയപ്പെടും. നീണ്ടു നിൽക്കുന്ന വാഗ്ദത്തമാ കുഞ്ഞെ നിന്റെ മേലുള്ളത്.
രണ്ടു പേരിൽ അവസാനിക്കുന്നതല്ല, നീണ്ടു നിൽക്കുന്ന വാഗ്ദത്തങ്ങൾ. നിന്നെ മലിനമാക്കാൻ പിശാച് ഫൈറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നിന്റെ പേരിൽ നീ പോലും ചരിത്രത്തിൽ കുറിക്കാത്ത ചില പദ്ധതികൾ സ്വർഗം കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാതിരിക്കാൻ പിശാച് കണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിനെ 14-ാം ദിവസം വചനത്തിന്റെ വാളുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തോൽപ്പിക്കാൻ പരിശുദ്ധാത്മാ പറയുകയാണ്. വെറും ഒരു ആരാധനയല്ല, നിന്റെ പേരിനോട് ചേർത്ത് വെച്ച വാഗ്ദത്തങ്ങളിലേക്ക് നീ കടക്കാതിരിക്കാൻ, നിന്നെ മലിനമാക്കാൻ, നിന്റെ കുടുംബത്തെ മലിനമാക്കാൻ, ശുശ്രൂഷയെ മലിനമാക്കാൻ നോക്കുന്ന പൈശാചിക തലത്തെ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചില വ്യക്തികളിൽ നിന്ന്, ചില കൂടാരങ്ങളിൽ നിന്ന്, ചില അഭിഷക്തന്മാരിൽ നിന്ന് കെണിയൊരുക്കി പെടുത്താൻ നോക്കുന്ന ദുഷ്ടപിശാചിന്റെ ആധിപത്യങ്ങള്, വളരുന്ന സഭയ്ക്കെതിരെ കെണിവെച്ചിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങള് ആത്മാവിൽ ഞങ്ങൾ 14-ാം രാത്രി ജയമേറ്റെടുക്കുകയാണ്. സ്തോത്രം. ഇനിയിപ്പോ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ചില വീഴ്ചകൾ വന്നു പോയി. ഈ രാത്രി ഈ സന്ദേശങ്ങൾ എനിക്ക് മനസ്സിലാകുന്നു. ദൈവം എൻ്റെ പേരിൽ വാഗ്ദത്തം കുറിച്ചു വെച്ചതുകൊണ്ടാണ് എന്നെ അതിൽ പെടുത്തിയത്. ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കും ദൈവത്തിനും അറിയാം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ ന്യായീകരണം നടത്താതെ നിന്റെ ഹൃദയം കൊണ്ടുവന്ന് നെടുമ്പാട് വീണാൽ അത് കഴുകിക്കളഞ്ഞിട്ട് ദൈവം കുറിച്ച വാഗ്ദത്തത്തിലേക്ക് നിന്നെ നടത്തുകയും. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാരണം ദൈവം നിന്നെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പിൻപിലൊരു കാരണമുണ്ട്. നിന്റെ വിശുദ്ധിയുടെ പൂർണ്ണത കൊണ്ടല്ല, എൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണത കൊണ്ടല്ല. ആമേൻ. നിന്റെ വാഗ്ദത്ത നിവർത്തിക്കായി 2 കാര്യസ്ഥന്മാർ നിൽക്കുകയാണ്. 2 കാര്യസ്ഥന്മാർ. ഒരു കാര്യസ്ഥൻ സ്വർഗത്തിൽ നിൽക്കുന്നു, ഒരു കാര്യസ്ഥൻ ഭൂമിയിൽ നിൽക്കുന്നു. ആമേൻ. ഏത് കാര്യസ്ഥനാണ് സ്വർഗത്തിൽ നിൽക്കുന്നത്? 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള ഭാഗം ശബ്ദമുയർത്തി വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1 തുടങ്ങി പെട്ടെന്ന് വായിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. യോഹന്നാനിൽ കൂടെ പരിശുദ്ധാത്മാവ് സഭയോട് പറയുക. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത് മുൻപ് ഇരുന്ന പിള്ളേരെയല്ല, ദൈവസഭയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, തന്റെ ബലഹീനത നിമിത്തം അവൻ പരാജയപ്പെട്ടു പോയി പാപം ചെയ്തു എന്നിരുന്നാൽ, ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്ന് വാക്യമുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യസ്ഥൻ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഒരു കാര്യസ്ഥൻ മധ്യസ്ഥത അണയ്ക്കുന്നു പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത്. ഒരു കാര്യസ്ഥൻ നിന്റെ അകത്തിരുന്ന് നിന്നെ ഗൈഡ് ചെയ്യുന്നു. 2 കാര്യസ്ഥന്മാരുടെയും ഉദ്ദേശം ഒന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നിവിടെ വന്ന് നിവർന്നിരിക്കുന്നത് വിശുദ്ധിയുടെ പൂർണ്ണത കൊണ്ടല്ല, 2 കാര്യസ്ഥന്മാർ നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട എനിക്കും നിനക്കും വേണ്ടി മുച്ചൂട് മുടിച്ചു കളയാൻ പിശാച് പദ്ധതിയിട്ടിട്ടും നടക്കാത്തത്, വെട്ടിക്കളയാൻ പിശാച് നോക്കിയിട്ടും നടക്കാത്തത് 2 കാര്യസ്ഥന്മാർ നിൽക്കുന്നു. ഒരാൾ നിന്റെ ഒപ്പം നിൽക്കുന്നു, മറ്റൊരാൾ പിതാവിന്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിന്നിലും നിൽക്കുന്നു. അവർ 2 പേരും ഒരേ ഉദ്ദേശത്തിലേക്ക്, നിന്നെ വാഗ്ദത്തത്തിലേക്ക് നടത്താൻ, നിന്റെ മേൽ എഴുതി വെച്ച ചില പദ്ധതികൾ നിവർത്തിയാക്കാൻ അവർ 2 പേരും നിനക്ക് വേണ്ടി നിൽക്കുകയാണ്. 2 കാര്യസ്ഥന്മാർ അവ നമുക്ക് വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിവിടെ മൈക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നത്, നിങ്ങൾക്കിവിടെ ഇരിക്കാൻ കഴിയുന്നത്, നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്. 2 കാര്യസ്ഥന്മാർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥനയുടെ സമയം കൂട്ടിയതുകൊണ്ടല്ല എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത്. പ്രാർത്ഥിച്ചോണം. ഞാൻ എൻ്റെ കയ്യടിയുടെ സമയങ്ങൾ കൂട്ടിയത് കൊണ്ടല്ല, അന്യഭാഷ നെല്ലിച്ചാക്കിന്റെ കുത്തഴിച്ചു വിട്ട പോലെ പറയുന്നത് കൊണ്ടല്ല. 2 കാര്യസ്ഥന്മാർ എനിക്ക് വേണ്ടി
നിൽക്കുന്നതാണ് കൃപയാൽ ഞാനിവിടെ ആയിരിക്കുന്നത്. ആമേൻ. നീ പലപ്പോഴും നിന്റെ അഭ്യാസ പ്രകടനങ്ങൾ ചിലരോട് മയം കൂടാതെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ പലവട്ടം ഇടഞ്ഞ് ദൈവഹിതത്തിൽ നിന്ന് അഭിനയിച്ച് ആമേൻ നിൽക്കാൻ ശ്രമിച്ചിട്ടും നിനക്ക് ദോഷം വരാത്തത് ആമേൻ വിട്ടു തരുന്നത് കൊണ്ടോ കൂട്ടു നിൽക്കുന്നത് കൊണ്ടോ അല്ല. നിന്റെ മേലുള്ള വാഗ്ദത്തം എഴുതി വെച്ച ദൈവം ആമേൻ 2 കാര്യസ്ഥന്മാരെ ആക്കി വെച്ചിരിക്കുന്നു. ഒരാണ്ടും കൂടെ നിൽക്കട്ടെ, കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുകയോ ഇല്ലയോ എന്ന് നോക്കാം, വെട്ടിക്കളയരുതെന്ന് അവിടെ നിന്നുകൊണ്ട് ഒരുത്തൻ വാദിക്കുന്നു. വെട്ടാൻ വന്നതാ. പിതാവിന് വെട്ടാൻ പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ പിതാവ് ഒരു പണി ചെയ്തു. കോടാലി അവിടെ വെച്ചിട്ട് പോന്നു. വെട്ടാൻ വന്നതാ. മുകളിലും താഴെയും മധ്യസ്ഥന്മാര് കാര്യസ്ഥന്മാര് നിൽക്കുന്നുണ്ട്. കോടാലിയായിട്ട് വന്ന പിതാവ് അവിടെ എന്ത് ചെയ്തു? വെട്ടിയോ? പിന്നെ എന്നാ ചെയ്തേ? കോടാലി നിന്റെ ചുവട്ടിൽ എന്ത് ചെയ്തു? വൃക്ഷച്ചുവട്ടിലെന്ന് ഞാൻ പറയുന്നില്ല, കാലെ ചാരി വെച്ചു. കോടാലി എന്ത് ചെയ്തു? കാലെ ചാരി വെച്ചു. ഇപ്പൊ പെന്തിക്കോസുകാരുടെ പ്രാർത്ഥന എന്നാണെന്നറിയോ? കോടാലി മാറ്റുന്ന പ്രവാചകനുണ്ടോന്ന്. കുഞ്ഞെ ഒറ്റ ഒരുത്തൻ ആ കോടാലിയെ തൊടുകയില്ല. അതിന് കട്ട്സുള്ള ഒരു ശുശ്രൂഷകനും ഇല്ല. ഉണ്ടെന്ന് പറയട്ടെ, അവൻ വരുന്നതിന് മുമ്പ് അവനെ വെട്ടും തരും. കോടാലി മാറാനല്ല ഉപവസിക്കേണ്ടത്. കോടാലി മാറും എപ്പം? ഉപവസിച്ചും പ്രാർത്ഥിച്ചും എപ്പം ഫലം കായ്ക്കുവോ അപ്പം പിതാവ് കോടാലി മാറ്റും. എത്ര പ്രാർത്ഥിച്ചിട്ടും കോടാലി മാറുന്നില്ലെങ്കിൽ കോടാലി മാറാനുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കും. സ്തോത്രം. കോടാലി മാറ്റാനുള്ള ഓട്ടം നിർത്താൻ എൻ്റെ ചില്ലയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം വെളിപ്പെടാൻ വേണ്ടി ഉപവസിക്കേ. ഫലം കാണുമ്പോൾ പിതാവ് ദൂതനെ വിട്ടിട്ട് പറയും, ഞാൻ വെച്ച കോടാലി എടുത്തുണ്ടെങ്കിൽ മാറ്റാൻ പറയും. ഈ 14 ദിവസം പിന്നിട്ട് 21 ഞായറാഴ്ച അവസാനിക്കുമ്പോൾ ചിലതിൻ്റെ ചുവട്ടിൽ നിന്ന് കോടാലി മാറ്റിയിട്ട് ചില ഫലം അടുത്ത 7 ദിവസം കൊണ്ട് ദൈവം കാണത്തക്കവണ്ണം ദൈവം ചില കോടാലികൾ പിൻവലിക്കത്തക്കവണ്ണം തലമുറയുടെ മേൽ വെച്ച, നിന്റെ മേൽ വെച്ച, ആരോഗ്യത്തിന്റെ മേൽ വെച്ച, ശുശ്രൂഷയുടെ മേൽ വെച്ച ചില കോടാലികൾ ഈ പ്രാർത്ഥനയിൽ ദൈവം എടുത്തു മാറ്റണമെങ്കിൽ ആത്മാവിന് യോഗ്യമായ ഫലം കായ്ക്കാൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ദൂതന്റെ മുമ്പിൽ ആര് സമർപ്പിക്കും? അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. ഇനി അല്ല മാറുന്നില്ലെങ്കിൽ ആത്മാവിൽ നീ തുടങ്ങിയതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും? അങ്ങനെ ആകരുത്. സ്തോത്രം. ദൈവം കൂട്ടു നിൽക്കുകയല്ല. പക്ഷെ ദാവീദ് ചലിച്ചില്ല. ദൈവം ഒറ്റ കരുണ കാണിച്ചപ്പോഴും പുള്ളി ഓർത്തു ദൈവം കൂട്ടു നിൽക്കുക. 1 വർഷം കർത്തൃമേശ പാപം മറച്ചു വെച്ചെടുക്കുമ്പോൾ ദൈവം കൂട്ടു നിൽക്കുക എന്ന് ഓർക്കരുത്. ദൈവത്തിന് നിന്നെ ആരുടെ മുമ്പിൽ നാണം കെടുത്തുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് സ്വയം മടങ്ങി വരാൻ ദൈവം വെയിറ്റ് ചെയ്യും. രാത്രി ചിലരും മടങ്ങി വരും. നീ സ്വയം മടങ്ങി വന്നില്ലെങ്കിൽ അടുത്ത പണി. അവിടെ ഒരു പ്രവാചകനെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അവനെ ദൈവം അനക്കിയിട്ടില്ല. അവൻ പ്രവാചകനല്ലാഞ്ഞിട്ടല്ല നിന്റെ പരിപാടിയൊന്നും അറിയാഞ്ഞത്. ദൈവം നിന്നോട് കരുണ കാണിക്കുന്ന സൈലന്റ് പീരീഡ് വരെ എത്ര വലിയ പ്രവാചകനും നിന്റെ തെറ്റും മറഞ്ഞിരിക്കും. അതുകൊണ്ട് അവൻ പ്രവാചകനല്ലാതെ വരില്ല. എന്നാൽ ദൈവം ഒരു സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് നീ സ്വയം മടങ്ങി വരുന്നില്ലെങ്കിൽ ഈ വ്യക്തിയെ രംഗത്തിറക്കും. അത്തരം ഘട്ടത്തിലേക്കൊന്നും പോകരുത് നമ്മളാരും. പക്ഷെ ദാവീദ് മടങ്ങി വരുന്നില്ല. ഊരിയാവിനെ കൊന്നു കഴിഞ്ഞും പുള്ളി നമ്പർ ഇറക്കി. ക്ഷമിക്കണേ, ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആമേൻ. നമ്മുടെ വീട്ടിലേക്ക് ഒരു മരണം നടന്നാൽ ഞാൻ IPCയിൽ മെമ്പർഷിപ്പുള്ള ആളാണ്. ആ അടക്കത്തിന് ആരായിരിക്കും വരുന്നത്? സെൻട്രൽ പാസ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് ഊരിയാവിൻ്റെ ശവടം കിടന്ന ആരായിരിക്കും?
ദാവീദായിരിക്കും. അങ്ങനെ ചിന്തിക്കാം. ആരായിരിക്കും? പുള്ളി വന്നിട്ട് അവസാനത്തെ അരമണിക്കൂർ പുള്ളിക്കാണല്ലോ. പുള്ളി വന്നിട്ട് മൈക്കെടുത്തിട്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, തൊണ്ടയൊക്കെ ഒന്ന് ഇടറി. ബർശേബ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും വളരെ വിഷമമുണ്ട്. ഈ സമയത്ത് ഊരിയാവിന് നേരിട്ട ഈ അതിദാരുണമായ അന്ത്യം. നമ്മുടെ രാജ്യം യുദ്ധം നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പുള്ളി കണ്ണുനീരൊക്കെ ഒഴിപ്പിച്ചിട്ട് ഒറ്റയടി. എങ്കിലും എൻ്റെ ഒരു വലിയ വിഷയമാണ് ബർശേബ എങ്ങനെ മുന്നോട്ട് ജീവിക്കും. എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയമാണ്. ഞാനൊരു തീരുമാനത്തിലെത്തി. ഊരിയാവിൻ്റെ ഭാര്യയെ ഞാൻ ഇന്ന് മുതൽ കൊട്ടാരത്തിലേക്ക് അടുത്ത ദിവസം കൊണ്ടുപോകുമായിരിക്കും. അപ്പം കേട്ട് നിന്ന പടയാളികൾക്കൊക്കെ ഒരു സന്തോഷം. ഞങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി മരിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തെ നോക്കുന്നൊരു രാജാവുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ടായി. കേട്ടുന്നവരെല്ലാം രാജാവ് നീണാൽ വാഴട്ടെ എന്നൊക്കെ ഉള്ളിൽ പാടിക്കാണും. പക്ഷേ അടുത്ത ദിവസം ദൈവം നാഥാനോട് പറഞ്ഞു, എടാ വിളച്ചിലിറക്കുന്നവന് നേരെ വിരൽ ചൂണ്ടി ദൂത് പറയാൻ സമയമാണ്. നാഥാനൊരു രാത്രി, ഞാൻ അതിനെങ്ങനെയാണ് കാണുന്നത്, നാഥാനൊരു രാത്രി വിശ്രമിക്കാൻ കയറുമ്പോൾ ദൈവം പറഞ്ഞു, വരട്ടെ, നാളെ രാവിലെ നീ ഇത്രയും ദിവസം കൊട്ടാരത്തിൽ പ്രവാചകൻ എന്ന പേര് കൊണ്ട് നിന്നെങ്കിൽ നാളെ രാവിലെ സിംഹാസനത്തിനു മുമ്പിൽ നീ ഒറിജിനൽ പ്രവാചകനായി വെളിപ്പെടാൻ പോവുകയാണ്. എത്ര നാളായി കൊട്ടാരത്തിൽ വന്നിട്ട് പ്രവചിക്കാൻ പറ്റിയിട്ടില്ല. പ്രവാചകനാ, പക്ഷെ പ്രവചിക്കാൻ പറ്റിയിട്ടില്ല. പേര് പ്രവാചകനെന്നാ, പക്ഷെ പ്രവചിച്ചിട്ടില്ല. സ്തോത്രം. അനങ്ങാതിരുന്ന ദാവീദിന്റെ വിഷയത്തിൽ ദൈവം പ്രമാധാനെ തട്ടി എഴുന്നേറ്റു. ഇന്നയാളോട് നീ ദൂത് പറയണം. നാഥാൻ അല്പം കിടുങ്ങി. ആരോടാ ദൂത് പറയേണ്ടത്? നിങ്ങളെല്ലാം സൈലന്റ് ആയിരിക്കുന്നതിനാ. രാജാവിനോടാ ദൂത് പറ. രാത്രി പുള്ളി കുത്തിയിരുന്ന് വിഷമിച്ചൊരു കഥയുണ്ടാക്കി. ഒരു സ്ഥലത്ത് ഒരാൾ ഒരാടിനെ വളർത്തി. അത് പെണ്ണാടായിരുന്നു. അതിനെ തൻ്റെ മടിയിൽ വളർത്തി. മറ്റൊരുവൻ വന്ന് അതിനെ പിടിച്ചു അറുത്തു. ഇതെല്ലാം തയ്യാറാക്കി പുള്ളി രാവിലെ സിംഹാസനത്തിൽ ദാവീദ് വന്നപ്പോൾ പ്രവാചകൻ ഓപ്പോസിറ്റ് ചെയ്യുന്നു. കൈയടിക്കാൻ തോന്നില്ലേ? കൈയടിക്കണ്ട. ആമേ, ഏറ്റെടുത്താൽ മതി. അല്ലെങ്കിൽ ഒടുവിൽ കയ്യും കാലും അടിക്കേണ്ടി വരും. സ്തോത്രം. കേട്ടോണം. ആമേ, സിംഹാസനത്തിന്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് താൻ രാത്രി ചിന്തിച്ച കഥ, പരിജ്ഞാനത്തിന്റെ കഥ, അത് പരിജ്ഞാനമാണ് കഥ, താൻ പറഞ്ഞു. ദാവീദ് കേട്ടിരിക്കുക. ഞാൻ IPC-ലായതുകൊണ്ട് ഞാൻ പറയാം. ആദ്യം ദാവീദിന് ഇത്രേ തോന്നിയുള്ളൂ, ഈ പുള്ളി ഇത്ര നന്നായിട്ട് ചെറുകഥ എഴുതുവരുന്നെങ്കിൽ ഒരു PIPക്ക് കഴിഞ്ഞ പ്രാവശ്യം അവസരം. ആദ്യത്തെ കഥയുടെ ഭാഗത്തൊന്നും തോന്നിയില്ല. പക്ഷെ കഥ ക്ലൈമാക്സിലെത്തിയപ്പോൾ ദാവീദിന് എന്തോ ഇത് വെറും കഥയല്ല, എവിടെയോ നടന്നതാ. പക്ഷെ ഒരു പിടിയും കിട്ടുന്നില്ല. ഒറ്റ വർഷം പിന്നിട്ടില്ലേ താനായി കഥാപാത്രം എന്ന് താൻ അറിയുന്നില്ല. എനിക്ക് തോന്നി വേറെ ആരുടെയോ സംഭവമാണെന്നുള്ള രീതി സിംഹാസനത്തിൽ എഴുന്നേറ്റൊരു ഒറ്റ പറച്ചില, ആ മനുഷ്യനാരായാലും അവൻ മരണയോഗ്യൻ. നാഥാൻ ദാവീദിന്റെ നാക്ക് വായിലോട്ട് ഇടുമ്പോ നാഥാൻ ആ മനുഷ്യൻ നീ തന്നെയെന്ന് പറഞ്ഞു. ദാവീദ് ഞെട്ടി. ഒരുത്തനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ തുടർന്നാൽ ആർക്കും അതിനെ തടയാൻ പറ്റില്ല. സ്തോത്രം, 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 സ്തോത്രം. ഈ ദിവസങ്ങളിൽ അഭിനയങ്ങൾ നിർത്താൻ പരിശുദ്ധാത്മാവ് പറയുന്നു. വിളച്ചിലുകൾ നിർത്താൻ ദൈവം പറയുന്നു. ഒറിജിനൽ ദൈവപ്രവൃത്തി ആലയങ്ങളിൽ ഇറങ്ങാൻ പോകുകയാ. ആദ്യ നൂറ്റാണ്ടിൽ സഹിയോൻ മാളിക മുറിയിലും അവയൊക്കെ ഇറങ്ങിയ ദൈവശക്തി നമ്മുടെ ആലയങ്ങളിൽ ഇറങ്ങാൻ പോകുകയാണ്. നമ്മുടെ കൂടാരങ്ങളിൽ ശുശ്രൂഷകളിൽ വെളിപ്പെടാൻ പോകുകയാണ്. പത്രോസിന്റെ മേൽ വെളിപ്പെട്ട ശുശ്രൂഷ, യോഹന്നാന്റെ മേൽ വെളിപ്പെട്ട ശുശ്രൂഷ, അപ്പോസ്തലന്മാരുടെ ഓരോരുത്തരുടെ മേലും വെളിപ്പെട്ട അധികാരം മടങ്ങി വരാൻ പോകുകയാ. വിളച്ചിലുകൾ അവസാനിപ്പിച്ച് ക്രമീകരണത്തോടെ മടങ്ങി വരാൻ തയ്യാറായാൽ ഒരു അത്യന്ത ശക്തി നമ്മുടെ മേൽ അയക്കാൻ ദൈവം തീരുമാനിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം അവന്റെ മഹത്വമേറിയ അനുഭവങ്ങൾ പ്രാപിക്കാൻ പോകുകയാ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആത്മാവിനെ കൊണ്ട് അഭിനയിക്കുന്നവരല്ല, ആത്മാവിന്റെ ഒറിജിനൽ പദ്ധതി പുറത്തു വരാൻ പോകുക. ആത്മാവ് ഒറിജിനൽ വന്നാൽ ആദ്യകാലത്തെ അനുഭവം, എല്ലാവരും ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം മടങ്ങി വരണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. സൂക്ഷിച്ചു വേണം.
ആദ്യ നൂറ്റാണ്ടിൽ അത്ഭുത അടയാളം മാത്രമല്ല, ഒരു സഭായോഗം നിർത്താതെ 2 പേരെ അടക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ സഭയാണെങ്കിൽ കള്ളുകുടിയും ചത്താലും 11 മണിക്ക് നിർത്തിയിട്ട് പോകും. അന്നത്തെ സഭയ്ക്കകത്ത് 2 എണ്ണം വീണ് ചത്തിട്ടും സഭായോഗം നിർത്തിയില്ല. പത്രോസ് അടക്കാനും പോയില്ല, പാസ്റ്റർ അടക്കാൻ പോയില്ല. പാസ്റ്റർ മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർമാരും പോയില്ല. അനന്യാസ് വളരെ വിദഗ്ധമായ 2 പേര്, ഇവർ ജീവിതത്തിൽ എങ്ങും ഒക്കാത്തവരാ, പക്ഷെ ദൈവത്തിന് ഒപ്പിക്കാൻ ഒത്തും. ചിലരങ്ങനെയാണ്, ഒരു സ്ഥലത്തിലും ഒക്കത്തില്ല, വീട്ടിലും ഒക്കത്തില്ല, നാട്ടിലും ഒക്കത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനൊട്ട് ഒപ്പിക്കാൻ ചിലരൊക്കും. അത് ശരിക്കും ഒപ്പിക്കുകയും ചെയ്യും ദൈവം. സ്തോത്രം. ആവശ്യമില്ലാത്തടത്ത് ഒപ്പിക്കാൻ ദൈവപ്രവർത്തിക്കെതിരെ ഒരാൾ പോലും നിന്നേക്കരുത്. ദൈവം തിരിച്ചൊരു ഒപ്പിക്കും. വക്രനോട് ഞാൻ ആരായിരിക്കും? വഞ്ചിച്ചാൽ ദൈവം എന്ത് ചെയ്യും? അങ്ങനെയാ. ഗലാത്യ ലേഖനത്തിൽ മൊത്തം എഴുതിയിട്ടില്ല, മൂലഭാഷയിൽ പറയുമ്പോൾ തിരിച്ച് ദൈവവും വഞ്ചിക്കുന്നതും കൂടെ ഉണ്ട്. ദൈവം വഞ്ചകനായിട്ടുള്ളതാണ് ആയോണ്ടല്ല, നിന്റെ പ്രവർത്തിക്കൊത്ത ഫലം നിനക്ക് തിരിച്ചു കിട്ടും. സ്തോത്രം. വെറുതെ കോറം തികയ്ക്കാൻ ഇവിടെ വന്നിരിക്കരുത്. ദൈവ ഇഷ്ടം ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്ന ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊള്ളാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഏറ്റെടുക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒത്തിരി കാര്യം പറയാനുണ്ട്. ഞാനത് അഭിവാചകം പോലെ പറഞ്ഞു പോയിട്ട് ആ ലേഖനത്തിൽ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് വരെ എവിടെ ചെന്ന് അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തിലാണ് സഞ്ചരിക്കുന്നത്. വിശ്വസിക്കുന്നവരും ഏറ്റെടുക്കുന്നവർക്കുമായി ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്നു. പ്രാർത്ഥനയോടായിരിക്കാം. ഞാൻ എൻ്റെ ബൈബിളിൻ്റെയും ഡയറിയുടെയും ഫ്രണ്ടിൽ പോയി ഡയറി വെച്ചിരിക്കുന്നത് പേടിച്ചിട്ടാണ്. സ്തോത്രം. എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നോക്കാമെന്ന് വെച്ചാൽ. പക്ഷെ അതൊരു ഭയമാണ്. 30 വർഷമായിട്ടും ഭയം മാറിയിട്ടില്ല. കർത്താവിൻ്റെ കൃപയായി ശുശ്രൂഷയുടെ 30 വർഷം പിന്നിട്ടു, ഭയം മാറിയിട്ടില്ല. അത് നല്ലതാണ്. അഹങ്കരിക്കണ്ടല്ലോ. സ്തോത്രം. പേടിച്ചിട്ടാണ് ഡയറി വെച്ചിരിക്കുന്നത്. അല്പം കഴിഞ്ഞ് സംസാരിച്ചു കൊണ്ടുവന്ന് ദൈവം പറയും, ഇതിൻ്റെയൊക്കെ മുന്നിലോട്ട് മാറി എന്നുള്ള പറയും, ഞാൻ നിന്നെ ഉപയോഗിച്ചോളാം എന്ന് പറയും. സ്തോത്രം. അല്ലെ, ഇന്ന് രാത്രി ദൈവം തനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദാവീദിന്റെ മുഖത്തോട്ട് നോക്കി നാഥാൻ ദൂത് പറഞ്ഞപ്പോൾ ദാവീദ് കലിച്ചോ? നീ രാജാവിൻ്റെ അടുക്കലാണോടാ കളി ഇറക്കുന്നത്? നിന്റെ ദൂത് ഇന്ന് ഞാൻ നിർത്തിക്കുന്നൊന്നും എന്ത് ചെയ്തില്ല പറഞ്ഞോ? ദാവീദിന്റെ രാജവസ്ത്രം മാറി, നെടുമ്പാട് വീണു. നിഷ്കളങ്ക ഹൃദയത്തോടെ തൻ്റെ പാപങ്ങളെ എന്ത് ചെയ്തു? ഏറ്റു പറയാൻ തുടങ്ങി. താൻ സമ്മതിച്ചു, ആ മനുഷ്യൻ ഞാൻ തന്നെ. ആ മനുഷ്യൻ ഇന്ന് 14-ാം രാത്രി ഒന്ന് സമ്മതിക്കാവോ? എൻ്റെ കയ്യിൽ നിന്ന് ആ കുറവ് വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയോ? 51-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. നമ്മളങ്ങ് അത് എഴുതുന്നെങ്കിൽ എങ്ങനെ എഴുതുന്നറിയോ? ഹോവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. അടുത്തത്, എങ്കിലും കർത്താവേ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ കൊട്ടാരത്തിൽ നിന്ന് കൃത്യമായി ഊരിയാവിന് ശമ്പളം കൊടുത്തതാണ്. അവൻ നല്ലൊരു കുളിമുറി കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട്. അങ്ങനെ എഴുതി 51-ൽ. നമ്മളായിരുന്നു അതും കൂടെ എഴുതിയാണ്. ഹോവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട്. എന്നാലും എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് കർത്താവേ. ഞാൻ കൃത്യമായി വിശ്വസ്തയോടെ കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം കൊടുത്തിട്ടും അവൻ നല്ലൊരു കുളിമുറി കെട്ടിയില്ല. അവനോടും ചോദിക്കണേ, അവൻ്റെ വീട്ടിനോടും ചോദിക്കണേ. ബെർശേബയോട് ഒരു വാഗ്ദത്തവും ഇല്ല, അവിടെ പേരിലും വാഗ്ദത്തമില്ല. പക്ഷെ ദാവീദേ, നീ ജനിച്ചപ്പോഴല്ല, അനാദിനിത്യതയിൽ നിന്നെ സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചില പദ്ധതികളുണ്ട്. നീ ഓപ്പോസിറ്റ് നിന്റെ മുമ്പിൽ വന്നവരോട് ദൈവത്തിനൊരു ശിക്ഷയില്ല. പക്ഷെ കനത്ത വാഗ്ദത്തമുള്ള നിന്നോട് ദൈവത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. ബെർശേബയുടെ കുടുംബത്തെ കൊപ്പക്കൊന്നാക്കാനൊന്നും ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല. ആമേ, സ്തോത്രം. എന്നാൽ ആമേ, ഒരു വാഗ്ദത്തവും അവിടെ കുടുംബത്തിലില്ലെങ്കിലും നീ നിമിത്തം ഒരു ശലോമോൻ രാജസ്ഥാനത്തേക്ക് വരേണ്ട ഗതികേട് വരുത്തി വെച്ച
കൊടുത്തത് നിന്റെ ഒറ്റ തെറ്റായ നടപടിയാണ്. നീ ജഡത്തിൽ നീങ്ങുമ്പോൾ ആത്മാവിന്റെ ഫലമല്ല, ജഡത്തിന്റെ പ്രവർത്തികൾ നിന്നേക്കാൾ അപ്പുറത്ത് പാപം ചെയ്യുന്ന ഒരുവൻ രംഗത്ത് വന്നു. ഇതിനൊന്നും കൈയടിക്കത്തില്ലെന്ന് എനിക്കറിയാം. സ്വോത്രം. അടിക്കണ്ട, ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മതി. സ്വോത്രം. പരിശുദ്ധാത്മാ പറയുന്നു, നാം നിമിത്തം ആവശ്യമില്ലാത്ത കുരുക്കൊന്നും എന്ത് ചെയ്യരുത്. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. പരിശുദ്ധാത്മാ ആവശ്യമില്ലാത്ത വഴിക്ക് ദാവീദ് സഞ്ചരിച്ചത് കൊണ്ട്, ദാവീദിന്റെ തലമുറയായി ബെർശേബയിൽ നിന്ന് ജനിച്ചവൻ ദാവീദിന്റെ വെപ്പാട്ടിമാരെയും കൂടെ തൻ്റെ കൂടെ വെച്ചുകൊണ്ട് അപകടം കണ്ടു. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ വരുന്ന പണി എന്നാന്ന് പറയാൻ പറ്റില്ല. ഈ ദൈവസഭയിലെ ദൈവജനത്തോട് പറയുന്നു, ചുറ്റും ഒത്തിരി സഭകൾ, ദൃശ്യ സഭകൾ ഉണങ്ങിപ്പോയി. നിന്നെ ദൈവം കണ്ടത് ഉണങ്ങാനല്ല, ചില മികച്ച എഴുത്തുകൾ, ഉണർവിന്റെ ദൈവപദ്ധതിയുടെ ചില മികച്ച പ്ലാനുകൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. നീ പ്രാർത്ഥിച്ചതിലപ്പുറത്താണ് നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ. ലോകം കേൾക്കുന്ന ചില ദൈവ പദ്ധതികൾ ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വരാനുണ്ട്. അതിനെതിരെ കരുക്കൾ നീക്കുന്ന, മാലിന്യപ്പെടുത്താൻ നോക്കുന്ന, അപവാദ പ്രചരണങ്ങൾ നടത്താൻ നോക്കുന്ന ദുഷ്ടപിശാചിന്റെ ആധിപത്യങ്ങളെ ആത്മാവിൽ ഞങ്ങൾ ജയിക്കുകയാണ്. ഈ 14-ാം രാത്രി ദൈവസഭ അതിന്റെ മേൽ വിടുതല ഏറ്റെടുക്കാൻ ദൈവാത്മാവ് ദൂത് പറയുകയാ. പിശാചിന്റെ പദ്ധതി നമ്മളെ കൊണ്ട് തന്നെ കുരുക്കുക എന്നുള്ള, വേറൊരാളെ കയറ്റുക എന്നല്ല. ഇതിനു വേണ്ടി അരയും തലയും മുറുക്കി നിൽക്കുന്നവരാരാണോ അവരെ പിടിക്കുക എന്നുള്ള. അത് എത്ര പേരുണ്ടെങ്കിലും പിശാച് അവരെ ഉന്നേ വിടില്ല. നിങ്ങൾ തീരുമാനമെടുക്കണം, ഞങ്ങൾ വിട്ടുതരില്ല. സൂക്ഷ്മതയോടെ കാലുവെക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്വോത്രം. ഒരു റിവഞ്ചിന്റെ അഭിഷേകം ഏറ്റെടുക്കണം. മനുഷ്യനോടല്ല, ലോകത്തോടും പാപത്തോടും ജഡത്തോടും സാത്താനോടും ഒരു പ്രതികാരം ചെയ്യാനുള്ള അഭിഷേകം. റിവഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതികാരമൊന്നുമില്ലേ, പ്രതികാരം ചെയ്യുന്ന അഭിഷേകം ഈ പ്രാർത്ഥനയിൽ ഏറ്റെടുക്കണം. നിന്റെ തലമുറയെ കുഴപ്പിച്ച, നിന്റെ വീടിൻ്റെ അകത്തേക്ക് മലിനത കൊണ്ടുവരാൻ ശ്രമിച്ച, നിന്നെ തകർക്കാൻ നോക്കുന്ന അന്ധകാരത്തോടെ നീ പ്രതികാരം ചെയ്യുന്നൊരു അഭിഷേകം ഏലിയാവിനെ പോലെ നീ ഏറ്റെടുക്കണം. വെല്ലുവിളിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഏറ്റെടുക്കണം. ഒരു വലിയ ചലനം ഉണ്ടാകാൻ പോകുകയാണ്, ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാണ്. നീ അത്തരം ഒരു തലത്തിലേക്ക് കയറാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. കുറച്ചു നാളൊക്കെ പമ്മി നടന്നു, കുറച്ചു നാളൊക്കെ ഒളിച്ചു നടന്നു ഏലിയാവ്. പക്ഷെ ഇനി ഒന്നും ഒളിച്ചു നടക്കാൻ പറ്റില്ല. ദൈവം തന്നെ ഇടപെട്ടു. നിന്നെ തന്നെ പോയി ആഹാബിന്റെ മുമ്പ് വെളിപ്പെടുത്താൻ. ഇനി അടങ്ങിയിരിക്കേണ്ട ദിവസമല്ല, ശക്തമായി റിവഞ്ച് നടപ്പിലാക്കണം. ജഡത്തിൽ നിൽക്കുന്നവരോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും കർത്തൃത്വങ്ങളോടും ആഭിചാരത്തോടും മന്ത്രവാദത്തോടും കൂടപത്രത്തോടും കൊടിയിരിപ്പുകളോടും അന്യാരാധനാ ശക്തികളോടും റിവഞ്ച് നടത്തുന്നൊരു അഭിഷേകം, വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്ന ഒരു ആത്മശക്തിയുടെ തലം ഈ 14-ാം രാത്രി ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് സഭയോട്, വ്യക്തികളോട്, അഭിഷക്തന്മാരോട് ദൂത് പറയുകയാണ്. ഏറ്റെടുക്കുക. അവരിൽ ആരും ബലഹീനരുണ്ടായിരുന്നില്ല എന്ന് ഇസ്രായേലിനോട് മരുഭൂമി വെച്ച് പറഞ്ഞതുപോലെ, പ്രാക്കേൽക്കാത്ത, ശാപം ഭരിക്കാത്ത, അന്ധകാരങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു വലിയ ദൈവശക്തി ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാം പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. നിങ്ങളുടെ സമയപ്രകാരം ഇനി 5 മിനിറ്റേ ഉള്ളൂ. ബാക്കി എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് പറയുന്ന രീതിക്കാണ് ശുശ്രൂഷിക്കുന്നത്. എനിക്കൊത്തിരി കാര്യം എൻ്റെ നിയോഗത്താൽ സംസാരിക്കാനുണ്ട്. ഞാൻ ആത്മനിയോഗത്താലാണ് ഇത് പങ്കുവെക്കുന്നത്. ശ്രദ്ധിക്കുക. സ്തോത്രം. ദിവസങ്ങളിൽ ഈ ഘട്ടം നടക്കണമെങ്കിൽ, ഞാനത് വാക്യത്തോട് ചേർത്ത് പറയാം, അല്ലെ നിങ്ങൾ പറയും ഞാൻ അതുവഴി പോയെന്ന് പറയും. ബാക്കി ഒരു സ്ഥലത്ത് ഈ ഘട്ടം ജയിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ആരായി തീരണം? യാഗമായി തീരണം.
എന്തായി തീരണം? കണക്ട് ചെയ്യുക. നാമും ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ചത് യാഗത്തിന്റെ മുമ്പിൽ അനുസരിച്ചു കൊടുക്കും. യാഗം നടക്കാതെ വാഗ്ദത്തത്തിന്റെ ഭാവി വെളിപ്പെടില്ല. അവസാന ഭാഗത്ത് ഞാൻ ഇടയ്ക്ക് നിന്ന് ഒത്തിരി കാര്യം കളഞ്ഞിട്ട് അവസാന ഭാഗം പറയും. നാമും ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാന്ന് പറഞ്ഞാൽ പ്രധാന 1-2 കാര്യം. ഒന്ന്, ഇസഹാക്ക് ജനിക്കുന്നത് എപ്പോഴാണ്? ഏത് സാഹചര്യത്തിലാണ്? ഉൽപ്പത്തി പുസ്തകം പെട്ടെന്നെടുക്കാം. 17-ാം അധ്യായം 15 മുതൽ വായിക്കാം. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. മഹത്തായ വാഗ്ദത്തം അബ്രഹാമിനോട് ഡയറക്റ്റ് ദൈവം പറയുന്നു. വായിച്ചോ. അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചു. എന്ത് ചെയ്തു? കമിഴ്ന്നു വീണ് ചിരിച്ചു. 18 സാറ ചിരിക്കുന്നുണ്ട്. ദൈവം കയറി ഓടക്കി. എൻ്റെ ഭാഷയാണ്. നിന്റെ ഭാര്യ സാറ ചിരിക്കുന്നത് എന്താ? എനിക്ക് കഴിയാത്ത വല്ലോ. പക്ഷെ 18 ദൈവം മൈൻഡ് ചെയ്യുന്നില്ല. സാറാ ചുമ്മാ പെരക്കാത്തിരുന്നപ്പോ ദൈവം ഓടക്കി. എന്നാ സ്ത്രീ വിരോധിയായിരുന്നു ദൈവം? അല്ല. 18 ചിരിക്കും 17 ചിരിക്കും 2 അർത്ഥം ഹൃദയത്തിലുണ്ട്. 17 ചിരി വായിക്കൂ താഴോട്ട്. അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. എന്നിട്ട് ഹൃദയത്തിൽ എന്ത് പറഞ്ഞു? 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇതൊരു അവിശ്വാസമല്ല. 17 ചിരി അല്പ അവിശ്വാസം. അതാ ദൈവം ഉടക്കിയത്. ഉടക്കെന്നൊക്കെ എൻ്റെ ഭാഷയാണ്. സ്തോത്രം. ദൈവം അല്പം ഗൗരവമായി സംസാരിച്ചു. പക്ഷെ 17 ദൈവം ഗൗരവമാകുന്നില്ല. ഹൃദയത്തിൽ അബ്രഹാം കവിണ് വീണ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ഇതാ, 100 വയസ്സുള്ള ആൾക്ക് മകൻ ജനിക്കും, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? അർത്ഥാൽ ഒരു സമ്മതമാണ്. അതിന് 2 ഇടത്ത് 2 പേരിൽ 2 അതിമഹത്തായ പദ്ധതിയുടെ മരണം ജഡത്തിൽ നടന്നിരിക്കും. കൂടെ വരണേ. നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ അവയവങ്ങൾ മരിക്കാം. മരിക്കുക മാത്രമല്ല, അടക്കി മണ്ണോട് മണ്ണാകാം. തെളിവ് ഒരു കുഴപ്പമില്ല. ഓടിയാണ് നാളെ ഷുഗർ വന്നു, ഹൈ ആയി, കാല് മുറിച്ചു. ആള് ജീവിച്ചിരിപ്പുണ്ട്. കാലെന്തി? മണ്ണിലടക്കി. മണ്ണോട് എന്തായി തീർന്നു? മണ്ണ്. ആള് ജീവിച്ചിരിക്കെ തന്നെ അവയവങ്ങളിൽ മരണം നടക്കും. ചില അവയവങ്ങളൊക്കെ പലരുടെ അടക്കിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അബ്രഹാമിലും സാറയിലും അതിപ്രധാനമായി തലമുറ ജനിക്കേണ്ട 2 മേഖലകളിൽ മരണം നടന്നിരിക്കുന്നു. അത് റോമാലേഖനത്തിലാണ് കിടക്കുന്ന, എടുക്കുന്നില്ല. 4:19 മുതൽ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അബ്രഹാമിൻ്റെ ആ സമ്മതം അവിടെ എഴുതിയിരിക്കുന്ന. സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം അബ്രഹാം ഗ്രഹിച്ചു. അപ്പം സന്തതിയെ പേരണ്ട ഗർഭപാത്രത്തിൻ്റെ തലം മരണപ്പെട്ടു. നിർജീവാവസ്ഥ, മരിച്ച അവസ്ഥ. 2, എൻ്റെ പ്രായം 100 അബ്രഹാം ഗ്രഹിച്ചു. എന്ന് വെച്ചാൽ പുത്രോത്പാദന ശേഷി എന്നിലും മരിച്ചു, ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ശേഷി സാറയിലും മരിച്ചു. അത് സമ്മതിക്കുകയാണ്. 17 100 വയസ്സുള്ളവന് മക്കൾ ജനിക്കുമോ? 90 വയസ്സുള്ളവർ പ്രസവിക്കുമോ? 2 ഇടങ്ങളിൽ മരണം നടന്നു.
അതിന് ശേഷം ജനിച്ചതാണ് ഇസഹാക്ക്. ജഡത്തിൽ എപ്പം മരണം നടക്കുമോ അപ്പോഴാണ് വാഗ്ദത്തം ജനിക്കുന്നത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. ജഡം മരിക്കാത്തിടത്തോളം വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയില്ല. ഈ രാത്രി ഇവിടെ നിറങ്ങിപ്പോകുമ്പോൾ ജഡത്തിൽ മരണം നടക്കട്ടെ, ദേഹിയിൽ മരണം നടക്കട്ടെ, ദേഹിയിൽ ക്രൂശീകരണം നടക്കട്ടെ. ദേഹിയിൽ മരണം നടക്കണം, ജഡത്തിൽ മരണം നടക്കണം. അങ്ങനെ മരണം നടത്താൻ പറ്റുമോ? കൈയടിക്കാൻ വരട്ടെ, കൈയടിക്കാൻ വരട്ടെ. അങ്ങനെ മരണം നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റും. അതിനാണ് ക്രൂശ്. ഗലാത്യ ലേഖനം തന്നെ 5-ാം അധ്യായം 24-ാം വാക്യം കൃത്യമായിട്ട് ആ മരണത്തെ കുറിച്ച് പറയുന്നു. പെട്ടെന്ന് അതും കൂടെ വായിച്ചു. പെട്ടെന്ന് സമയം കളയണ്ട. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രൂശിച്ചിരിക്കുന്നു. റോമാലേഖനം അതിനെ കൊന്നിരിക്കുന്നു, മരിപ്പിച്ചിരിക്കുന്നു, മരിച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. എല്ലാം വായിപ്പിക്കാൻ സമയമില്ല. ക്രൂശീകരണം 3 സ്ഥലത്ത് കുറഞ്ഞ് നടക്കണം. ഒന്ന് ഗോൽഗോഥായിൽ നടന്നു. അടുത്തത് എബ്രായ ലേഖനം 12 എടുക്കണ്ട, നിന്റെ ധ്യാനത്തിൽ ക്രൂശ് മരണം നടക്കണം. ഇവിടെ നിന്റെ ദേഹിയിൽ ക്രൂശ് മരണം നടക്കണം. ഈ 3 സ്ഥലത്തെ ക്രൂശ് മരണം നിന്നെ ജയജീവിതത്തിലേക്ക് നയിക്കുകയാണ്. നിന്റെ ധ്യാനത്തിൽ ക്രൂശ് മരണം നടക്കട്ടെ. സ്വന്തം മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുക. സ്വന്തം ഇവിടെ എഴുതിയിരിക്കുന്നു, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ നിന്റെ ദേഹിയിൽ അഥവാ ജഡത്തിൽ ക്രൂശിക്കണം. അങ്ങനെ ക്രൂശിക്കുന്നിടത്താണ് ആത്മാവിന്റെ വാറ്റത്വം ജനിക്കുന്നത്. ഇസഹാക്ക് ജനിച്ചെടുത്ത് 2 ശാപാൻ മണ്ഡലത്തിൽ മരണം നടന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താണ്? നാമും ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ചെന്ന് പറഞ്ഞാൽ ഒരു ജഡം മരിച്ചപ്പോഴാണ് നമ്മൾ ജനിച്ചത്. ഓരോരുത്തരെയും തൊട്ടിരുന്നെങ്കിൽ വീണ്ടും ഒരു ജനനം നടക്കില്ലായിരുന്നു. എന്നാൽ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, ഒരു ജഡം മരിച്ചു. ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്തെ എനിക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കി വെച്ചിരിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രവചനം നിവർത്തിയാകുമ്പോൾ ആ ശരീരം ഏറ്റെടുത്തിട്ട് എന്റെയും നിങ്ങളുടെയും മുഴുവൻ പാപവും ശാപവും ഒറ്റ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് ക്രൂശിലവൻ മരിക്കുമ്പോൾ നാം ജനിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ ശരീരം മരിച്ചെടുത്ത് ഞാൻ ജനിക്കുകയായിരുന്നു. നാമും ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. ഇനി ജഡത്തിൽ സഞ്ചരിക്കരുത്, ഇനി ആത്മാവിൽ സഞ്ചരിക്കണം. നാം ജഡപ്രകാരം ജനിച്ചവരല്ല. ജഡത്താൽ ജനിച്ചതൊക്കെ ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചതൊക്കെ ആത്മാവാകുന്നു. ഇനിയുള്ള കാലം ജഡത്തിന്റെ കാലമല്ല, ജഡത്തിന്റെ ചിന്തയുടെ, ജഡത്തിന്റെ പ്രവൃത്തിയുടെ, ജഡത്തിന്റെ ഇടപാടുകളുടെ കാലമല്ല, ആത്മാവിന്റെ കാലമാണ്. ആത്മാവിൽ ശുശ്രൂഷിക്കുക, ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, ആത്മാവിൽ ദേശത്തെ കീഴടക്കുക, ആത്മാവത്തിൽ കുടുംബത്തിന്റെ അകത്ത് ആത്മാവിൽ സഞ്ചരിക്കുക, ദേശത്ത് ആത്മാവിൽ സഞ്ചരിക്കുക. ആത്മാവിന്റെ വലിയൊരു ചലനം ഈ രാത്രിയിൽ 14-ാം രാത്രി ദൈവം ചെയ്തെടുക്കുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.